പ്രഭാഷണത്തിന്റെ ഉടമ ഉൾവെളിച്ചവും നേരിന്റെ തെളിച്ചവും കൊണ്ട് അകം പൊള്ളുന്ന അപ്രിയ സത്യങ്ങൾ പോലും മധുമൊഴിയായി നമുക്ക് വിളമ്പി നൽകുന്ന സ്നേഹനിധി, ട്രെയിനർ, പ്രഭാഷകൻ, മോട്ടിവേറ്റർ തുടങ്ങി നിഖില മേഖലകളിലും തിളങ്ങുന്ന പ്രോജ്വല താരം, തിരൂർ സാംസ്കാരിക വേദിയുടെ കുടുംബാംഗം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നമുക്കൊക്കെ അഭിമാനമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ നമ്മോട് വിചിന്തന പ്രഭാഷണം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമൂരിനാ വഅഇദ്നാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹം നിറഞ്ഞ, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഇന്നിവിടെ ഖുർആൻ പാരായണം നടത്തിയ ഖാരിഉമാർ, ഹഫ്ളീങ്ങൾ, ഉലമാക്കൾ, അതോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള വ്യത്യസ്ത മഹലിലെ ഉമറാക്കൾ, ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട യുവാക്കൾ, വലിയ പ്രത്യാശയായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്ന, പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഇവിടെ തിരൂർ സാംസ്കാരിക വേദി ഒരു ഖുർആൻ സമ്മേളനമാണ് നടത്തുന്നത്. പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയല്ല സത്യത്തിൽ ഇതൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ജൈത്രയാത്രയാണ്. ഖുർആനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന മാനവരാശിയെ ഖുർആനിലേക്ക് വീണ്ടും അടുപ്പിക്കാനുള്ള ഒരു വലിയ ജൈത്രയാത്രയാണ്. അതിൽ ഉലമാക്കളുടെ, ഉമറാക്കളുടെ, ഈ പറയപ്പെട്ട എല്ലാവരുടെയും ഒരു സഹായം അല്ലെങ്കിൽ ഒരു നല്ല മനസ്സ്, സുമനസ്സ് ഉണ്ടാകൽ നിർബന്ധമാണ്. റമദാന് മുമ്പ് ഈ പരിപാടി നടത്തുമ്പോൾ ഇത്രയും ആളുകൾ കൂടുമോ എന്നുള്ളൊരു ആശങ്ക സത്യത്തിൽ ഇതിൻ്റെ സംഘാടകർക്കുണ്ടായിരുന്നു. പക്ഷെ റമദാനിൽ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവുമോ അതേപോലെ ഈ പരിപാടി വളരെ സജീവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഖുർആനെ സ്നേഹിക്കുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ആലിമ ഔ മുതഅല്ലിമ ഔ മുസ്തമിഅ ഔ മുഹിബ്ബ വലാ തകുൻ ഖാമിസ. ഒന്നുകിൽ നീ ഒരു ആലിമാവുക, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവുക, വിദ്യാർത്ഥിയാവുക. ഒന്നുകിൽ ഒരു പണ്ഡിതനാവുക, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാവുക, അല്ലെങ്കിൽ ഇൽമിനെ കേൾക്കുന്ന ആളാവുക, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവനാവുക. വലാ തകുൻ ഖാമിസ, നീ ഒരിക്കലും അഞ്ചാമനാകരുത്, അഥവാ ഇതൊന്നുമല്ലാത്ത ഒരാളായി നീ മാറരുത് എന്ന്. അപ്പോൾ മാഷാ അല്ലാഹ്, ഇതിൽ ഉലമാക്കളുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് ഇൽമു പഠിച്ചവരെയാണ്. ഞാൻ മുതഅല്ലിമിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. മരണം വരെ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ആലിമാവണം എന്നല്ല. കാരണം ആലിമാകാൻ ആഗ്രഹിച്ചിട്ട് അതാവണമെന്നൊന്നുമില്ലല്ലോ.
തന്നെയല്ല അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ആലിമാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്, ഒരു വലിയ ഭാരം തലയിൽ വെക്കലാണ്. പക്ഷെ മുത്തഅല്ലിമാവുമ്പോൾ, നമ്മളൊരു പഠിതാവാകുമ്പോൾ കാര്യം വളരെ എളുപ്പമാണ്. കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല, കാരണം ഉലമാക്കളോട് ചോദിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ മുത്തഅല്ലിമീങ്ങളുടെ എങ്കിലും ലിസ്റ്റിൽ കേട്ടാൽ പോരാ, ഇഷ്ടപ്പെട്ടാലും പോരാ, അവിടുന്ന് ഒന്നും കൂടി ഉയർന്നിട്ടൊരു മുത്തഅല്ലിമാകാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ്, കൊറോണയ്ക്ക് മുമ്പ്, 4-5 ചിലപ്പോൾ 6 ആയിട്ടുണ്ടാവും, ബാംഗ്ലൂരിലൊരു പരിപാടിക്ക് പങ്കെടുത്തു. ബാംഗ്ലൂരിലെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പരിപാടിയാണ്. അതിൽ റാബി ഹസനി നദ്വി അടക്കമുള്ള വലിയ പണ്ഡിതന്മാർ വരുന്നു. അപ്പം എന്നോട് അതിൻ്റെ സംഘാടകർ പറഞ്ഞു, നിങ്ങളും അതിൽ വരണമെന്ന്. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുമല്ല, എന്നാലൊന്ന് പോയി കൊടുത്തതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അത്ഭുതം, അവിടെയുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, IT വിദഗ്ധന്മാരും അതേപോലെ തന്നെ അവിടുത്തെ PGയും സൂപ്പർ PGയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തെ കോഴ്സാണ്, നദ്വയുടെ ഖാമിസ എന്ന് പറയുന്ന കോഴ്സാണ് അവർ ചെയ്യുന്നത്. അത് പൂർത്തിയായി അവർക്ക് സനദ് കൊടുക്കുന്ന സമ്മേളനത്തിലേക്കാണ് ഈ വിനീതൻ ക്ഷണിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആലിമീങ്ങളാവുന്ന ദിവസമായിരുന്നു സത്യത്തിൽ അത്. നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിലേക്ക് അങ്ങനെ പോകുന്നു, ദീനിയായിട്ടുള്ള പഠിത്തങ്ങൾ. അഷ്ഹദത്തു സഫുൽ ഖാമിസ 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റോട് കൂടി അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ, മാക്സിമം പോയ 10ാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ സാനവിയ +2വിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി അവസാനിപ്പിക്കുന്നു. എന്നിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ഡോക്ടറാക്കുന്നു, എഞ്ചിനീയർ ആക്കുന്നു, മറ്റ് എന്തൊക്കെയോ ആക്കുന്നു. എല്ലാം നല്ലത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഖുർആനും കൂടി പഠിച്ച ഒരാളാക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ എത്തീസ്റ്റുകൾക്കൊക്കെ മറുപടി പറയുന്നത്, ഞാനത് വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യാറുണ്ട്. നിരീശ്വരവാദികൾക്ക് മറുപടി പറയുന്നത് സത്യത്തിൽ IIT-യിൽ നിന്ന് PhD ഒക്കെ കഴിഞ്ഞ കുട്ടികൾ. അതാണ് അതിൻ്റെ കൗതുകം. അജ്മലിനെ പോലെയുള്ള കുട്ടികൾ. ഞാൻ പ്രത്യേക ഒരു സംഘടനയിലും ഇല്ല, ഞാനൊരു സംഘടനയിലും വക്താവല്ല, ഞാൻ ഒന്നിൻ്റെയും മെമ്പറല്ല, ഇതുവരെ ഒന്നിൻ്റെയും മെമ്പറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ ആളുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിയാകുകയാണെങ്കിൽ എല്ലാറ്റിൻ്റെയും മുകളിൽ നിൽക്കുന്ന ഒരു മുസ്ലിം ആകാനാണ് നമുക്ക് ആഗ്രഹം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അവൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങും. എല്ലാ സംഘടനകളെയും നമ്മൾ മാനിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, ആരോടും നമുക്ക് വിരോധമില്ല. ഓരോരുത്തരും അവരുടേതായ കർമ്മങ്ങളും അവരുടേതായ രീതികളും നല്ല ഉഷാറായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതെന്തിൻ്റെ കൂട്ടമാണ്? ഇതെല്ലാവരും കൂടി ഒരു മജ്മുഅ, ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘമാണ്. അപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ നമ്മളെ കുട്ടികൾ, പഠിക്കുന്ന മക്കൾ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറേ കുട്ടികളെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കളായിരിക്കും അവര് അത് തന്നെ പഠിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു സാർ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനുള്ള ചോദ്യം ചോദിച്ചാൽ അതിൽ കുട്ടി പതറിപ്പോവാണ്. ഈ അടുത്തിടെ ഒരാൾ ചോദിച്ച ചോദ്യം എന്താണ്? ഖുർആനിൽ എന്താ ഇത്ര നന്മ ഉള്ളത് എന്ന്. അയാളുടെ നന്മ എന്താണെന്ന് നമുക്ക് പഠിച്ചതാണ്. ഒരു കുട്ടി ചോദിക്കുകയാണ്, അതൊരു ഖുർആന്റെ സദസ്സായതുകൊണ്ട് പറയാൻ പാടില്ല, എങ്കിൽ പോലും പറയാതെ നിവൃത്തിയില്ല, കാലം അങ്ങനെ ആയിപ്പോയി. ഒരു മോന് ഒരു ഉമ്മയോട് മോശമായ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ, എന്താ ആയാല് ഉമ്മാക്ക് സമ്മതാണെങ്കിൽ എല്ലാം ആകാമല്ലോ എന്ന് മറുപടി പറഞ്ഞ ഒരാളാണ് ഖുർആനിൽ വല്ല നന്മയുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലത്ത് ഇത് കേട്ട് നമ്മുടെ കുട്ടികൾ, ഞാനിപ്പോ ഇന്നും ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികളോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളുടെ കൂടെ ആകാൻ ആഗ്രഹിക്കുന്നത്. മഞ്ചേരിയിൽ വലിയൊരു കോളേജ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കാണുന്ന മുഴുവൻ കുട്ടികളും അവരൊരു കൺഫ്യൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആന്റെ ആഴമേറിയ പഠനങ്ങളിലേക്ക് നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുപോകേണ്ടത്. കുട്ടികൾ അറിയുന്നില്ല, ഇതിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, ഇതിന്റെ ആഴം എന്തെന്ന് അറിയുന്നില്ല. ഇപ്പൊ ഇവിടെ ഏകദേശം 2 കാര്യങ്ങൾ പ്രത്യേകിച്ച്. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ പ്രിയപ്പെട്ട ബാക്കവി സാഹിബും ഓതിയിട്ടുള്ളത് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ എന്ന് പറയുന്ന ആയത്താണ്. അതിലെന്താ പറയുന്നത്? ഇത് ആരുടെ വാക്കാണ്? ഈ പറയപ്പെടുന്ന ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ടാൽ
എന്താകും? ഛിന്ന ഭിന്നമായി പോകുമെന്ന്. തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ കയറി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കിയാട്ടെ. തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ കയറിയ ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കിയ. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ കയറിയിട്ടുണ്ട് തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കയറിയ പർവ്വതം. അതിങ്ങനെ നോക്കിയിട്ടല്ല, അങ്ങോട്ട് കയറാനുള്ള വഴിയുണ്ട്, അതിലൂടെ പോയി. അത് ഇപ്പോഴും ഇങ്ങനെ എതളുകളായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പോയാലും കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആ തൂരിസീന പർവ്വതം അതേപോലെ നിലനിൽക്കുമെങ്കിൽ ഓ മൂസ നിനക്ക് എന്നെ കാണാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് വന്നൊരു പ്രകാശത്തിന്റെ കോടാനകോടി കിരണങ്ങളിൽ നിന്നൊരു കിരണം വന്നപ്പോഴേക്കും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണുപോയി. അതാണ് അല്ലാഹ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹ് ഖുർആനിൽ പറയാണ്. സഹോദരന്മാരെ, നമ്മളിത് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ? ദാരുടെ വാക്കാണ്. നിങ്ങൾ വെറുതൊന്നും മനസ്സിലൊന്ന് തസ്വീറാക്കി നോക്കിയാട്ടെ. ആളുകളുടെ രൂപങ്ങളും ഭാവങ്ങളും ഒന്നുമല്ല, അതിന്റെ ഭീമാകാരമായ ആ ഒരു അവസ്ഥയൊന്ന് നോക്കിയാട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനതായ ശൈലിയിൽ, തനതായ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടാണ്. ഹദീസിന്റെ ആശയം നമുക്ക് കാണാം. തനതായ ശൈലി. ആ ശൈലി എങ്ങനെയാണെന്നറിയോ? 600 ചിറകുകൾ ഉണ്ടായിരുന്നു. 600 ചിറകുകൾ. അതിൽ ഒരു ചിറക് വിരിച്ചപ്പോഴേക്കും ആകാശം മുഴുവൻ മൂടിപ്പോകുന്നത് പോലെ തോന്നിപ്പോയി എന്ന്. അത്ര ഭീമാകാരമായ മലക്കാണ് ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചിറക് വിരിച്ചപ്പോഴേക്കും ആകാശം മുഴുവൻ മൂടിപ്പോകുമെങ്കിൽ 600 ചിറക് വിരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഖുർആനിലുണ്ട്. ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇതിനു മുമ്പും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എന്ന്. ആ കാഴ്ചയെ പറ്റി പറയും. എന്ന് വെച്ചാൽ ആ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തരം ജിജ്ഞാസ കൊണ്ടോ എന്തുകൊണ്ടോ ചോദിച്ചു പോയി, ഓ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, എന്റെ അള്ളാഹുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ മലക്കിനോട് ചോദിക്കുന്നു, എന്റെ അള്ളാഹുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ ചിറകുകളും വെച്ചിട്ടൊന്ന് കൊടയാണ്, ഒന്ന് വിറക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏ അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കും എന്റെ അള്ളാഹുവിനും ഇടക്ക് 70 പ്രകാശത്താലുള്ള മറകളുണ്ട്. 70 പ്രകാശത്താലുള്ള മറകൾ. ആ മറയിലെ ആദ്യത്തെ മറയിലെങ്ങാനും ഞാൻ പോയി തൊട്ടാൽ ഞാൻ കരിഞ്ഞില്ലാതെയായി പോകും. ഐ വിൽ ബേൺ. കരിഞ്ഞില്ലാതെയായി പോകും. ഇത്ര പവർഫുള്ളായ മലക്കുകൾ പോലും അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് അടുക്കുന്ന സമയത്ത് കരിഞ്ഞില്ലാതെയാവും. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അതാണ് നമ്മൾ ഇവിടെ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹുവാണ് ഈ കാണുന്ന മുഴുവൻ. നമ്മുടെ കുട്ടികൾ ഇപ്പോ വേണമെങ്കിൽ ഇതില് മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും. മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സുവോളജി, ബോട്ടണി, അതിൽ തന്നെ ഓരോ ഭാഗങ്ങളും, കെമിസ്ട്രിയും അതേപോലെ തന്നെ ഫിസിക്സിന്റെ ഭാഗങ്ങളും ഒക്കെ അവർ പഠിക്കുന്നു. അനാട്ടമി കൂടുതലായിട്ട് അവർ പഠിക്കുന്നു. ഒരുപാട് സബ്ജക്റ്റുകൾ അവർ പഠിക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടായതാണ്. അള്ളാഹു കൊടുത്ത ശേഷി കൊണ്ട് മനുഷ്യൻ രൂപീകരിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇതെല്ലാം. ചില കുട്ടികൾ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നു. അപ്പൊ ആ കുട്ടിയുടെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസും ടെക്നിക്കൽ ഇന്റലിജൻസും ഈ പറയുന്ന അൽഗോരിതവും ഒക്കെ അവൻ അതിൽ ഉപയോഗിക്കുന്നു. അത് മനുഷ്യന് അള്ളാഹു കൊടുത്തിട്ടുള്ള ചില ശേഷികളാണ്. അത് മനുഷ്യനുണ്ടാക്കിയ സബ്ജക്റ്റുകളാണ്. സോഷ്യോളജി പഠിക്കുന്ന കുട്ടികളുണ്ട്. അഗസ്റ്റിക് കോംറ്റെയുടെ തിസിസ് അവർ പഠിക്കുന്നു. ദ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയപ്പെടുന്നു. ലിറ്ററേച്ചറിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഷേക്സ്പിയറിന്റെ, അതേപോലെ തന്നെ നമ്മളെ ഷേക്സ്പിയറിന്റെ ഒക്കെ ആൾക്കാരാണ് ഇരിക്കുന്നത്. നമ്മളെ അലി, പിന്നെ നമ്മളെ പ്രിയപ്പെട്ട അക്ബർ അലി വാഫിയൊക്കെ, അലി അക്ബർ വാഫി എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പൊ ഷേക്സ്പിയറിന്റെ ട്രാജഡിയും കോമഡിയും, കോമിക് ട്രാജഡിയും, ട്രാജിക് കോമഡിയും നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. ലിയോ ടോൾസ്റ്റോയുടെ, കീറ്റ്സിന്റെ, ഷെല്ലിയുടെ, ഗഥയുടെ, ഈ പറയുന്ന ഒരുപാട് എഴുത്തുകാരുടെ കൃതികൾ അവർ പഠിക്കുന്നുണ്ട്. അതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഒരു വീട്ടിലിരുന്നിട്ട് എഴുതിയതാ ഷേക്സ്പിയർ. ഇത് അദ്ദേഹം ആദ്യം ഒരിടത്ത് എഴുതി, പിന്നെ ലണ്ടനിലേക്ക് താമസം മാറ്റി. ലണ്ടനിലെ തംസ് നദിയുടെ തീരത്തുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പോയിട്ടുണ്ട്. ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഇരുന്ന് എഴുതിയ റൂമിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ 1611 അവസാനമായിട്ട് ടെമ്പസ്റ്റ് എഴുതിയത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ ലാസ്റ്റ് വർക്ക് ഓഫ് ഷേക്സ്പിയർ 1611 അത് എഴുതുന്നത്. ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യനുണ്ടാക്കിയ തിസീസുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ പറയുന്ന വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്നു. എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ആഡം സ്മിത്തിന്റെ തീസിസുകൾ പഠിക്കുന്നു. സൈക്കോളജി പഠിക്കുന്ന കുട്ടികളെ കൂട്ടത്തിലുണ്ടാവും. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ, ആൽഫ്രഡ് അഡ്ലറുടെ, അതേപോലെ തന്നെ കാൾ ഗുസ്താഫ് യുങ്ങിന്റെ, ഫാദർ അബ്ബാ ഫെരിയയുടെ ഒരുപാട് തിയറികൾ കുട്ടികൾ പഠിക്കുന്നു. ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അപ്പൊ മനുഷ്യനിർമ്മിതമായത് പഠിക്കണ്ട എന്നല്ല പറയുന്നത്. ഈ മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ച, ഇതിനെയെല്ലാം പരിപാലിക്കുന്ന, ഇതിനെയെല്ലാം കൊണ്ടു നടക്കുന്ന അള്ളാഹുവിന്റെ കലാം മാത്രം പഠിക്കാൻ നമുക്ക് സമയമില്ല. മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞുവോ അതെല്ലാം നമുക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റുന്നു. മലയാളം പഠിക്കുന്ന ആളുകൾ ഒരുപാട് കവിതകൾ പഠിക്കുന്നു. മണിപ്രവാള സാഹിത്യം മുതൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററിയും പഠിക്കുന്നു. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ബിസിനസ് തിയറികൾ പഠിക്കുന്നു. അമാൽഗമേഷൻ പഠിക്കുന്നു, അബ്സോർപ്ഷൻ പഠിക്കുന്നു, റീകൺസ്ട്രക്ഷൻ പഠിക്കുന്നു, റീകൺസിലിയേഷൻ പഠിക്കുന്നു. ഒരുപാട് ഏരിയയിലേക്ക് കടന്നു പോകുന്നു. സത്യത്തിൽ ഇതെല്ലാം കൂടിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഈ ആകാശത്തിന് ചുവട്ടിൽ എന്തൊക്കെയുണ്ടോ, അത് കൊമേഴ്സ് ആകട്ടെ, ഹ്യൂമാനിറ്റീസ് ആകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള ഏത് സബ്ജക്റ്റുകളും ആകട്ടെ, എല്ലാം മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യനുണ്ടാക്കിയ സബ്ജക്റ്റുകളാണ്. അത് വർഷങ്ങളോളം എടുത്ത് നമ്മൾ പഠിക്കും, വർഷങ്ങളോളം. ഇനി ഇതൊന്നും പഠിക്കാൻ അധികം സമയമൊന്നും ആകില്ല. ഇപ്പോ ഈ AI ഒക്കെ വരുന്നതോട് കൂടിയിട്ട് 2 മാസം കൊണ്ട് ഭാഷ പഠിക്കാൻ, ഇംഗ്ലീഷ് ഭാഷ 2 മാസം കൊണ്ട് പഠിക്കാനുള്ള മെത്തഡോളജിയുമായിട്ടാണ് AI കടന്നു വരുന്നത്. അധികമൊന്നും വേണ്ടി വരില്ല. ഇനി ഭാഷകളൊക്കെ പഠിക്കും. ഇൻഡെപ്തിൽ പഠിക്കാൻ കുറെ സമയം എടുക്കായിരിക്കും. ഞാൻ പറഞ്ഞ പെരിഫറൽ സ്റ്റൈലിൽ പഠിക്കാൻ പോലും 2 മാസം കൊണ്ട് എല്ലാം പഠിച്ചെടുക്കാൻ. അത്രയും ആവേശകരമായി നമ്മൾ എല്ലാം പഠിക്കും. പക്ഷെ അള്ളാഹുവിന്റെ കലാമ് മാത്രം നമ്മൾ പഠിക്കുന്നില്ല. ഈ ഭൗതികമായി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇതും പഠിക്കാം. ഇപ്പൊ ഇതിന് മെഡിസിന് പഠിക്കുന്ന കുട്ടികളുണ്ടോ? നിങ്ങൾ ഒന്നും കൂടി ഡെപ്തിൽ ഖുർആൻ പഠിച്ചാൽ മെഡിസിൻ എന്ത് രസമായിരിക്കുന്നത്. ഖുർആൻ ഒന്നും കൂടി ഡെപ്തിൽ പഠിച്ചാൽ ഹിസ്റ്ററി എന്ത് രസമായിരിക്കുന്നത്. ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കുന്ന ആൻഷ്യന്റ്, ഞാൻ ഉദാഹരണം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങും. ആ സംഭവങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടേ ഇല്ല. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം പറയുമ്പോൾ, സബ ഗോത്രത്തെ കുറിച്ച് പറയുമ്പോൾ, ഇതേപോലെ തന്നെ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തെ കുറിച്ച് പറയുമ്പോൾ, അവിടെയുള്ള സിംഹാസനത്തെ കുറിച്ച് പറയുമ്പോൾ, ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് നമ്മൾ പോയാൽ നമുക്കിതെല്ലാം കാണാം. ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അംശങ്ങൾ ഇന്നും നമുക്ക് കാണാം. ഫിർഔന്റെ ജഡത്തിനെ ഞാനൊരു മാതൃകയാക്കി വെക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന സമയത്ത് ഒരിക്കലും അറിയില്ലായിരുന്നു എവിടെയാണ് ഇതൊക്കെ കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലല്ലോ, കാരണം ഇത് എവിടെയാണ് ചരിത്രം നടന്നിട്ടുള്ളത്. അല്ലാഹു അറിയിച്ചു കൊടുക്കുക. അറിയിച്ചു കൊടുക്കുമ്പോൾ എല്ലാം അറിയും. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയില്ല. കാരണം എല്ലാം അല്ലാഹു അറിയിച്ചു കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ലോക പ്രശസ്തനായ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ 2 പഠനങ്ങൾ. ഒന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സംസം എന്ന് പറയുന്ന സംഭവവും, മറ്റൊന്ന് ഫിർഔന്റെ ജഡവും. അതിനിപ്പോ ചരിത്രം മാറ്റാനൊക്കെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ 2 തവണ സന്ദർശിച്ചിട്ടുണ്ട് ഈ ഫിർഔന്റെ ജഡത്തിനെ. അവിടെ ക്യാമറ എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൊബൈൽ പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ എടുത്തിട്ട് പോന്നിട്ടുണ്ട്. ഞാനൊരു ഇത് പറയല്ലോ, മൊബൈൽ ചിലപ്പോണ്ട് പോകുന്നല്ലോ, എന്നാലും ഡയറക്റ്റ് ആയിട്ടൊരു ഇത്. എത്ര വർഷങ്ങൾ കടന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ വന്നു പോയിട്ട് ഏകദേശം 3000-ലേറെ വർഷമായി. 3000-ലേറെ വർഷം, 1800-കളിലാണ് ഇദ്ദേഹത്തിന്റെ ജഡത്തെ പൊക്കുന്നത്. അതുവരേക്കും ഈ നൈൽ നദിയിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അതിന് ഇപ്പൊ മാറ്റിയിട്ട്, അപ്പൊ നാളെ നമ്മൾ ഇവിടെ പോയപ്പോ, ഇപ്പൊ നിങ്ങൾക്ക് പോയാൽ കാണാം നമ്മുടെ കുത്തബ് മിനാർ. കുത്തബ് മിനാർ എന്ന് പറഞ്ഞാൽ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ, ഒരു വലിയ സൂഫി വര്യനായ ഒരു മനുഷ്യന്റെ, ഒരു ഗുരുനാഥന്റെ പേരിൽ കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കിയതാണ്. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പേരിൽ ഉണ്ടാക്കിയതല്ല. കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ആത്മീയ ഗുരുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ചരിത്രമാണ്. പക്ഷെ ഇപ്പൊ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് പോയവർക്ക് കാണാം, ഇങ്ങനെ ശിവാജിയുടെ കാലത്ത്, അങ്ങനെ മറ്റേന്റെ കാലത്ത്, ഈ കാലത്ത് എന്നൊക്കെ എഴുതിയിട്ട് അവസാനം ഒരു വരിയുണ്ട്, ഇത് കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നു. ആ വരിയാണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ശരിയായി. ഇത് കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കിയതാണെന്നും ഇങ്ങനെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ. റാംസസ് രണ്ടാമന്റെ ജഡമാണ് അത് എന്ന് അന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാം വലുതാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ഇങ്ങനെ ഇൻഡെപ്തിലെ, ഉദാഹരണത്തിന് ഇന്ന ആയതനാക്കൽ കൗസർ, ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, അവർക്ക് അതൊക്കെ അറിയാം. നമ്മൾ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഒരു ഇന്ററാക്ഷനാണ്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാം. നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള ഒരു പ്രത്യേകത മീമില്ലാത്തൊരു സൂറത്ത് എന്നുള്ളത്.
അല്ലെ? മീമില്ലാത്ത ഒരു സൂറത്ത്. പക്ഷെ എല്ലാ ആയത്തും നിങ്ങൾ എടുത്തു നോക്കി 10 അക്ഷരമാണ്. ആവർത്തിക്കപ്പെടുന്ന അക്ഷരങ്ങൾ നിങ്ങൾ കൂട്ടാതിരുന്നാൽ, ഇതിലൊക്കെ റിസർച്ച് നടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത്. ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ 10 അക്ഷരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. എപ്പം ഇങ്ങനെ പുതിയതായിട്ട് ആലോചിച്ചിരിക്കണ്ട. അടുത്ത ആയത്തും 10 അക്ഷരമാണ്. ആവർത്തിക്കപ്പെടുന്ന നൂന് 2 വട്ടം വന്നാൽ 1 വട്ടം എണ്ണാവും. അക്ഷരങ്ങൾ അതിൽ 10 എണ്ണേ ഉള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3 ആയത്തിലും 10 അക്ഷരമാണ്. 10 അക്ഷരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ അറബിക് ലെറ്റർ എടുത്തു നോക്കുക. അറബിക് ലെറ്ററിൽ റാ എന്ന് പറയുന്ന അക്ഷരം 10ാമത്തെ അക്ഷരമാണ്. ആ 10ാമത്തെ അക്ഷരമാണ് ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. നിങ്ങൾ റിസർച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ChatGPT ഒക്കെ ആണല്ലോ ഇപ്പൊ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. അതിൽ ദ മിറാക്കിൾസ് ഓഫ് ഖുർആൻ എന്നത് അടിച്ചു നോക്കുക. ഞാൻ കുട്ടികളോടാണ് പറഞ്ഞത്. അതിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മിറാക്കിൾസ് ഓഫ് ഖുർആൻ എന്ന് അടിച്ചു നോക്കുക. ഇത് എങ്ങനെ അടിച്ചു നോക്കണ്ടെന്നും അറിയണല്ലോ. ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മിറാക്കിൾസ്. മാത്തമാറ്റിക്കലും ന്യൂമറിക്കലുമായിട്ടുള്ള അത്ഭുതങ്ങൾ ഖുർആനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അടിച്ചു നോക്കുക. ChatGPTക്ക് തെറ്റാറില്ല എന്നാണ് സാധാരണ പറയാ. നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഇൻസാൻ എന്നുള്ള വാക്ക് 65 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജിന്ന് എന്നുള്ള വാക്ക് 65 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷെയ്ത്താൻ എന്നുള്ള വാക്ക് 88 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന അതിന്റെ മലക്ക് എന്നുള്ള വാക്ക് 88 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ യൗം എന്നുള്ള വാക്ക് 365 പ്രാവശ്യമാണ് ആവർത്തിച്ചിട്ടുള്ളത്. ലൈൽ എന്നുള്ള വാക്ക് ഇത് ChatGPT പറഞ്ഞു തരും നിങ്ങൾക്ക് കേട്ടോ. സുലൈമാൻ മേപ്പത്തൂരിന്റെ ഒരു തെറ്റിന്ന് പറയണ്ട, നിങ്ങൾ ChatGPTക്ക് തെറ്റിന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുന്നു. അതിൽ വരുന്ന ഒരുപാട് അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് സയന്റിഫിക് ആയിട്ടുള്ള അത്ഭുതങ്ങൾ. ദ സയന്റിഫിക് മിറാക്കിൾസ്, ലോജിക്കൽ മിറാക്കിൾസ്, സോഷ്യൽ മിറാക്കിൾസ്, ഇതേപോലെ തന്നെ എക്കണോമിക് മിറാക്കിൾസ്. നിങ്ങൾ ഈ സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്തുള്ള മിറാക്കിൾസ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, അഡ്വക്കേറ്റ് ജാബിർ, പലർക്കും പരിചയം ഉണ്ടാവും. അതേ നോട്ടറി അഡ്വക്കേറ്റ് ആയിരുന്നു ഡിസ്ട്രിക്റ്റിന്റെ. ഇപ്പൊ അദ്ദേഹം CWC മെമ്പറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു ജഡ്ജ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഇതിൽ അങ്ങനെ ജുവലൈൻ ജസ്റ്റിസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡില്. ജുവനൈൽ ജസ്റ്റിസ്. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, ഈ സ്വത്ത് വിഹിതവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തീർക്കല മൂപ്പരെ പരിപാടി. മൂപ്പര് പറയാണ്, എങ്ങനെ റഫർ ചെയ്താലും ഇസ്ലാമിന്റെ രസകരമായ ഈ ഒരു സ്വത്ത് വിഹിത രീതി ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കത് മനസ്സിലാകാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളായ എന്റെ വിദ്യാർത്ഥിനികൾ അവരെന്ത് ചോദിക്കാണ്? ഈസ് അല്ലാഹ് ഈസ് അലൈവ്. ഇവിടെ ഉള്ളവരല്ല കേട്ടോ, ഇങ്ങനെയുള്ള കുട്ടികൾ അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇൻഡെപ്തിലേക്ക് നമ്മൾ പോകുന്നില്ല സഹോദരന്മാരെ. ഇൻഡെപ്തിലേക്ക് പോയാൽ അള്ളാഹു ഒരു എക്സ്പീരിയൻസ്. ഇവിടെ വിശുദ്ധ ഖുർആൻ റിസൈറ്റ് ചെയ്തു, ഓതി, ആവർത്തിച്ച് ഓതി. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം ഇവിടെ പറഞ്ഞു, അതിന്റെ അർത്ഥസാരങ്ങളിലൂടെ പോയി. നമ്മൾ അതിന്റെയും അപ്പുറത്തേക്ക് പോകാൻ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതെന്താണ്? ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് നമ്മളെ കൊണ്ട് ഓതിപ്പിച്ചു. എന്താണ് ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കിതൊക്കെ പഠിക്കണ്ടേ? വെറും ആലിമീങ്ങളായ ആൾക്കാർക്ക് മാത്രം പഠിച്ചാൽ മതിയോ? അതോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരും ഈ ലോകത്തിലൂടെ ഒന്ന് സഞ്ചരിക്കണ്ടേ? ആലമീൻ എന്ന് പറയുമ്പോൾ ആ ആലം ഏതൊക്കെയാണ്? എന്താണ് ലാഹൂത്ത് എന്ന് പറയുന്ന ആലം? എന്താണ് ജബറൂത്ത് എന്ന് പറയുന്ന ആലം? എന്താണ് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ ആലയും? ഇത് നമ്മൾ പഠിക്കണ്ടേ? ഈ ലോകത്തിലേക്ക് എന്താ നടക്കുന്നത് എന്ന് അറിയണ്ടേ? വിശുദ്ധ ഖുർആന്റെ ഓരോ എന്ന് പറയുന്ന പടിപടിയായിട്ടുള്ള ഉയർച്ചയിൽ നമ്മളും ഉയർന്നു പോകണ്ടേ വിശുദ്ധ ഖുർആനിലൂടെ? അപ്പൊ ഈ പറയുന്ന ഓരോ മേഖലയിലും എങ്ങനെയാണ് നടക്കുന്നത്? ഉദാഹരണത്തിന് ആലമുൽ അംർ, അതിനെ തന്നെയാണ് ആലമുൽ അർവാഹ് എന്ന് വിളിക്കുന്നത്. റൂഹുകളുടെ ലോകം എന്ന് വിളിക്കുന്നത് അതിനെയാണ്. എന്താണ് റൂഹുകളുടെ ലോകത്തിൽ നടക്കുന്നത്? അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിന. എല്ലാ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു ഖുർആനിൽ പറയാണ്. എന്നിട്ട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അവിടെ ചോദിച്ച ചോദ്യം റബ്ബ് എന്ന്. ഈ റബ്ബ് എന്നുള്ള വാക്കുണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്.
പക്ഷെ നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഞാൻ ഉലമാക്കളെ കുറിച്ചല്ല പറയുന്നത്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മിയാണ്ട് കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഫാത്തിഹയാണ് തുടങ്ങുന്നത്. ഫാത്തിഹ ഉറക്കോതണോ പതുക്കോതണോ, ഫാത്തിഹ ബിസ്മി ഇല്ലാതോതണോ എന്നൊക്കെ ഉലമാക്കൾക്കിടയിൽ ചിലപ്പോൾ മദ്ഹബിയായ വിഷയങ്ങൾ ഉണ്ടാകും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖുർആൻ ശരിക്കും ബിസ്മി കഴിഞ്ഞാൽ നേരെ തുടങ്ങുന്നത് റബ്ബിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടാണ്. ഇതേ ഖുർആൻ അവസാനിക്കുന്നത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തിനാലാണ്. നമ്മൾ എത്ര പേരങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്? എന്നാൽ ഈ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിന് പകരം പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ചിലപ്പോൾ വേണമെങ്കിൽ അവസാനമാക്കി കൂടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ആദ്യം റബ്ബ് വെച്ച് തുടങ്ങിയത്? എന്താണ് അവസാനം റബ്ബ് വെച്ച് തുടങ്ങിയത്? അല്ലാഹ് എന്ന് പറയുന്നത് 99 ഇസ്മുകൾ കൂടിയതാണ്. 99 ഇസ്മ നമുക്ക് അറിയിക്കപ്പെട്ടത്. വേറെ എത്ര ഇസ്മുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുവിന് 99 ഇസ്മ നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഇവിടെ നേരത്തെ ഓതി ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുല്ലദീ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അസ്മാഉകളുണ്ട്. ആ അസ്മാഉകളെല്ലാം കൂടി കൂട്ടിയതാണ് അല്ലാഹുവിന്റെ ഇസ്മായിട്ടുള്ള അല്ലാഹ്. അല്ലാഹ് എന്നത് ഇലാഹ് എന്നതിൽ നിന്ന് വന്നതാണ്. അലിഫ് ലാം ഹായാണ്. ആ ഇലാഹ് എന്നതിൽ നിന്ന് അലിഫ് എടുത്ത് വെട്ടിയാലും ലഹു എന്നാണ്. ലഹു എന്ന് പറഞ്ഞാലും അവൻ എന്നാണ്. ഇനി ആ ല എന്നുള്ളത് മാറ്റിയാലും ഹു എന്നാണ്. ഹു എന്ന് പറഞ്ഞാലും അവൻ എന്നാണ്. അതുകൊണ്ട് അല്ലാഹ് എന്നതിൽ നിന്ന് ഏതക്ഷരം എടുത്തു മാറ്റിയാലും അവസാനം അല്ലാഹു എന്നതിൽ അവസാനിപ്പിക്കുന്ന അക്ഷരമാണ്, പദമാണ് ശരിക്കും അല്ലാഹ് എന്നുള്ളത്. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ അലിഫ് എടുത്ത് മാറ്റിയാലും ലഹു എന്നാണ് പിന്നെ അവിടെ വായിക്കുക. ഒന്നും കൂടി പറയാം. അല്ലാഹ് എന്നുള്ളതിൽ അലിഫ് എടുത്ത് മാറ്റിയാൽ പിന്നെ അവിടെ ഉള്ളത് എന്താണ്? പറ. ലഹു എന്നാണ്. ഇനി ലായ എടുത്ത് മാറ്റിയാലും ഹു എന്നതാണ്. ഇതാണ് അല്ലാഹ് എന്നുള്ള വാക്ക്. ആ അല്ലാഹ് എന്നുള്ള പദം, ആ അല്ലാഹ് എന്നുള്ള പദം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം കേട്ടതാണ്. നമ്മൾ പ്രസവിച്ച ഉടനെ നമ്മുടെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ആ ഓരോന്നും തുടങ്ങിയത് അല്ലാഹ് എന്നുള്ള വാക്ക് വെച്ചിട്ടാണ്. അല്ലാഹു അക്ബർ എന്നുള്ള ബാങ്കൊലി വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പദങ്ങൾ കേട്ടു തുടങ്ങിയത്. ഇനി നമ്മൾ അവസാനം പറയേണ്ട പദം ഏതാണെന്നറിയോ? അവസാനം പറയേണ്ട പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹുവിൽ തുടങ്ങി അല്ലാഹുവിൽ അവസാനിക്കേണ്ടതായിരിക്കണം നമ്മുടെ ഓരോ ആദ്യ പദവും അവസാന പദവും. നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ? പ്രസംഗം നിർത്തണോ? അല്ലാഹ് എന്നതിൽ നിന്ന് തുടങ്ങുന്നു, അല്ലാഹ് എന്നതിൽ നിന്ന് അവസാനിക്കുന്നു. ഇനി നിസ്കാരം ഏറ്റവും സ്ട്രോങ് ആയ ഇബാദത്ത്, ഹജ്ജിനേക്കാൾ സക്കാത്തിനേക്കാൾ നോമ്പിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. നിസ്കാരം തുടങ്ങുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്. അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. എന്നാൽ നിസ്കാരം അവസാനിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹുവിനെ പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഇനി ഓരോ സാധനങ്ങളും തുടങ്ങി വെച്ചാൽ പിന്നെ റബ്ബിനെ പറഞ്ഞേ പറ്റൂ. അല്ലാഹ് എന്നത് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹി, അതിൽ അല്ലാഹു ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ പിന്നെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നു. അവസാനത്തെ ആയത്ത് അവസാനത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൽ തുടങ്ങുന്നു, ഖുൽ അഊദു ബിറബ്ബിൻ നാസിൽ തുടങ്ങുന്നു. ഇനി റബ്ബ് എന്ന് പറഞ്ഞത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോയി എന്ന് വെക്കുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് റബ്ബിനെ കുറിച്ചാണ്. നമ്മൾ റുക്കൂയിലേക്ക് പോയി എന്ന് വെക്കുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിലേക്ക് പോകണം. പക്ഷെ ഉടനെ പറഞ്ഞേക്കണം സുബ്ഹാന റബ്ബിയൽ അളീമു ബിഹംദിഹി, റബ്ബിനെ അവിടെ പറഞ്ഞേക്കണം. സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹുവിനെ പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കണം. ഉടനെ തന്നെ പറഞ്ഞേക്കണം റബ്ബനാ ലക്കൽ ഹംദ്, അവിടെ റബ്ബിനെ പറഞ്ഞേ പറ്റൂ, വേറെ ഒന്നും പറയാൻ പാടില്ല. പിന്നെ നമ്മൾ സുജൂദിലേക്ക് പോയി അല്ലാഹു അക്ബർ, അവിടെയും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി, പിന്നെ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നു. ഉടനെ തന്നെ റബ്ബി ഗഫർലി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാവൂ. അവിടെ റബ്ബിനെ വെച്ച് തുടങ്ങിയേക്കണം. അത് കഴിഞ്ഞാൽ പിന്നെയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് അവസാനം വരെ ഇങ്ങനെ പോകുന്നു. അവസാനത്തിലാകട്ടെ അല്ലാഹുവിൽ വെച്ച് അവസാനിപ്പിക്കുകയും വേണം. ഇതൊക്കെ ഇബാദത്തിന്റെ സീക്രട്ടുകളാണ്. നമുക്ക് സാധാരണക്കാർക്ക് അറിയാത്ത, ഉലമാക്കൾ തഹ്സീലോട് കൂടി പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഈ വഴിയിലൂടെ നമുക്കും സഞ്ചരിക്കണ്ടേ?
ഈ വഴിയിലൂടെയൊക്കെ നമുക്കും പോകണ്ടേ? അള്ളാഹുവിൽ നിന്ന് ഇപ്പൊ ബാങ്ക് ദഅവത്തിന്റെ ഏറ്റവും പരിപൂർണമായ രൂപം അത് ബാങ്കാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അള്ളാഹുവിൽ തുടങ്ങുന്നു, അവസാനിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതം അല്ലാഹ് എന്നുള്ള വാക്ക് കേട്ട് തുടങ്ങുന്നു. ഒരു മനുഷ്യൻ അവസാനം പറയേണ്ടത് അല്ലാഹ് എന്ന വാക്കിനെ തന്നെയാണ്. ഇനി ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് അല്ലാഹുവിൽ, അവസാനിപ്പിക്കുന്നത് അല്ലാഹുവിൽ. അതിന്റെ ഇടക്കുള്ള ഒന്നിന്റെ പേരാണ് റബ്ബ്. നാളെ മഹ്ശറ വൻസഭയിൽ എത്തുന്നതിന് മുമ്പ് നമുക്കൊരു ഇടവേളയുണ്ട്. ആ ഇടവേളയുടെ പേരാണ് ബർസഖ്, അതിന്റെ പേരാണ് ഖബർ. ഖബറിൽ ചോദിക്കുന്നത് മൻ ഇലാഹുക എന്നല്ല, മർ റബ്ബുക എന്നാണ്. നിന്റെ റബ്ബാരാണ് എന്നതാണ്. ഇലാഹാരാണ് എന്ന ചോദ്യമല്ല, നിന്റെ റബ്ബാരാണ്. എന്താ റബ്ബിന്റെ പ്രത്യേകത? തർബിയത ശൈഅൻ ഫശൈഅൻ ഇലാ കമാലിഹി. ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ അതിനെ സമ്പൂർണ്ണമായി പരിരക്ഷിക്കുന്നവന്റെ പേരാണ് അല്ലാഹ്. ഇതിനെല്ലാം ആവാഹിച്ചെടുക്കുന്നതായിരിക്കണം നമ്മുടെ ഖുർആൻ. ഉദാഹരണത്തിന് ഇപ്പതാ ഈ സ്റ്റേജിൽ ഒരു പൂഴിയുണ്ട്. ആ പൂഴി എന്റെ ഷൂവിൽ പറ്റിയിട്ട് ചിലപ്പോൾ അതിൽ തട്ടി നേരെ പുറത്തേക്ക് വരും. പിന്നീട് എത്രയോ കാലം ഈ പുറത്ത് കിടക്കും. ആ പുറത്ത് കിടക്കുന്ന ആ പൂഴിയിലേക്ക് മഴ വന്ന് വർഷിക്കും. ആ മഴയുടെ ആന്തോളനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ബാഷ്പീകരണത്തിൽ അത് പിന്നെയും ധൂളിയായിട്ട് പറക്കും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, ഒരുപക്ഷെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പാറയുടെ ഭാഗമായിരുന്ന ഈ പൂഴി 1000 വർഷങ്ങളിലൂടെ സഞ്ചരിച്ച് അതെല്ലാം അവസാനിച്ച് പിന്നെ ഈ പ്രപഞ്ചത്തിൽ നാമാവശേഷമാകുന്നത് വരെ, അത് ഇല്ലാതെയാകുന്നത് വരെ അതിനെ സസൂക്ഷ്മമായി കാണുന്നവൻ, പരിചരിക്കുന്നവൻ, അതിനെല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നവൻ, അതിനെ തുടങ്ങുന്നവൻ, ഒടുക്കുന്നവൻ, അതിനെ ഇല്ലാതെയാക്കുന്നവൻ, ഈ പരിപാടി ചെയ്യുന്ന ആളുടെ പേരാണ് റബ്ബ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അവനാണ് റബ്ബ്. ഈ റബ്ബിന്റെ വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ. ഇതേതെങ്കിലും ഒരു തിസീസുകാരൻ്റെതല്ല, ഇതേതെങ്കിലും ഒരു ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള ഒരാളുടേതല്ല. എന്ന് വെച്ചാൽ അല്ലാഹ് എന്നുള്ളത് സമ്പൂർണനാണ്, സമ്പൂർണമായ പദമാണ്. ആ സമ്പൂർണമായ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. സഹോദരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. നമ്മൾ ഇതിൽ എത്ര പേര് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളിൽ ഒരാളെയെങ്കിലും ഹാഫിളാക്കാൻ? ഒന്ന് കൈപ്പൊക്കട്ടെ. എത്ര ആൾക്കാർ നിയ്യത്ത് ആക്കിയിട്ടില്ല ഇതുവരെ? ഇന്നൊന്ന് നിയ്യത്താക്കിക്കൂടെ ഇൻഷാ അല്ലാഹ്? ഒന്ന് കൈപ്പൊക്കട്ടെ. ആരൊക്കെ ഉണ്ട് നോക്കിയാട്ടെ. ഒന്നുകിൽ മക്കൾ, അല്ലെങ്കിൽ മക്കൾ വലുതായിട്ടുണ്ടെങ്കിൽ പേരക്കുട്ടികൾ. അങ്ങോട്ട് കൈപ്പൊക്കിക്കോളി. ഇത് വിശുദ്ധ ഖുർആനിന്റെ മാസം ഇറങ്ങാൻ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് നീയത്താണ്ട് വെച്ചോളി. ഒന്ന് ഉറക്കെ കൈപ്പൊക്കിക്കോളി മക്കളെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഉറക്കെ ഉഷാറായിട്ട് കൈപ്പൊക്കിക്കോളി. നമ്മളെ മക്കളെ പേരക്കുട്ടികൾ ആരെങ്കിലും ഒരാൾ ഹാഫിളാക്കിക്കൂടെ? ഹാഫിളാക്കുന്ന ഉറപ്പുള്ള, മീൻസ് അതിനു വേണ്ടി ത്യാഗ പരിശ്രമം ചെയ്യുന്നുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ കൈപൊക്കണേനൊക്കെ നല്ലൊന്ന് എഴുന്നേറ്റ് നിൽക്കല. എന്റെ മക്കളെയോ അല്ലെങ്കിൽ പേരക്കുട്ടികൾപ്പെട്ട ഒരാളെയെങ്കിലും ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഒരാളാക്കി മാറ്റും. അത് അള്ളയാണ് ആക്കേണ്ടത്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുള്ള ആ ലെവലിലാണ് എഴുന്നേൽക്കേണ്ടത്, അല്ലാതെ നമ്മൾ ആക്കുന്നുള്ളതല്ല. എല്ലാവരും എഴുന്നേൽക്കണം എന്ന് എന്റെ അഭിപ്രായം കേട്ടോ. അല്ലാതെ നമ്മളെ മക്കളെ വെറുതെ അതിനാക്കും ഇതിനാക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശുദ്ധ ഖുർആൻ ഇരുന്നോളി. നമ്മൾ പിന്നെ ആലോചിച്ചിരിക്കുകയാണ്, എന്തിനാ ഹിഫ്ള് ചെയ്യിപ്പിക്കുന്നത്? എത്ര ഹാഫിദീങ്ങൾ ഉണ്ട്? ഇതൊക്കെയാണ് നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യത്തിൽ സഹോദരന്മാരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുക്കമില്ലെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു തരില്ല. വിശുദ്ധ ഖുർആൻ മുഴുവനും അത്ഭുതമാണ്. നിങ്ങൾ എന്നെ വിട്ടേക്കിൻ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങത് പറയുമ്പോ നമ്മളിലേക്ക് അത് ചാർത്തരുതട്ടെ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, കറാമത്തുല്യ ഒരു കുന്തമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ റമദാനിൽ മാസം കാണാനൊരു വല്ലാത്തൊരു പ്രയാസം വന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? അത് എല്ലാവരും യശ നിസ്കരിക്കാൻ വേണ്ടി പോയി തറാവീഹിന് വേണ്ടി ഇങ്ങനെ കാത്തുക്കാണ്. മാസം കണ്ടത് അറിയൂലേ? പ്രഖ്യാപനം നടന്നിട്ടില്ലേ? കഴിഞ്ഞ റമദാൻക്കാണ് അത് സംഭവിച്ചത്. അപ്പൊ എന്റെ കൂട്ടുകാരായിട്ടുള്ള എന്റെ മൂത്താപ്പാന്റെ മോനൊക്കെ ഈ സദസ്സിലുണ്ട്. അവരെപ്പോഴും കാണുന്നതാണ്, ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മറിച്ചോക്കല, ജസ്റ്റ് ഇങ്ങനെ ഒരു മറിക്കൽ. അത് നമുക്ക് പറഞ്ഞു തന്നതൊരു വലിയൊരു ആലിമാണ്, ലോകം കണ്ട ഏറ്റവും വലിയൊരു ആലിം. ഖുർആൻ ജീവനുള്ളതാണ്. അത് എപ്പോൾ നിനക്കൊരു കൺഫ്യൂഷൻ തോന്നിയാലും ജസ്റ്റ് പിടിക്കുക, ഒന്ന് മറിക്കുക, നിനക്കുള്ള സൊല്യൂഷൻ അതിലുണ്ടാവും, നിന്റെ ഈമാന്റെ പക്വതക്കനുസരിച്ച്. എപ്പോഴൊന്നും കിട്ടൂല കേട്ടോ, ചില സമയത്ത് കിട്ടി. നമുക്ക് ഈമാൻ കുറവായതുകൊണ്ടാണ്. ഈമാൻ ഉള്ളവർക്ക് എപ്പോഴും കിട്ടും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ടേ ഉള്ളൂ. ഞാനത് വിശ്വസിക്കുന്നത് ചിലപ്പോൾ പേജ് അങ്ങനെ ഉണ്ടായതുകൊണ്ടായിരിക്കുന്നതാണ്. എന്നാലും പറയാം, ഇങ്ങനെ മാസം കണ്ടോ കണ്ടില്ലേ, നമുക്ക് കൺഫ്യൂഷനാണ്. പക്ഷെ ഞാൻ ഖുർആന്റെ മിറാക്കളാ പറഞ്ഞത്, നമ്മളിലേക്ക് ചാർത്തരുത്. ഇതൊക്കെ പാടെ കൊണ്ടെങ്ങാണ്ട് വ്യക്തികളിലേക്ക് ഇതാക്കരുത്.
ജസ്റ്റ് മറിച്ച ഉടനെ തന്നെ കണ്ട ആയത്ത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ള ആയത്ത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞ മനസ്സിലായി. നമുക്ക് ആയത്ത് കിട്ടി, അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ. അന്ന് തന്നെ മാസം കാണുകയും ചെയ്തു. ഞാനൊരു ഉദാഹരണം പറയാം. ഇങ്ങനെ നമുക്ക് സാധാരണക്കാരായ നമുക്ക് വിശുദ്ധ ഖുർആൻ ചില ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചു തരും. നമ്മൾ എന്തിനെയാണോ ലക്ഷ്യം വെച്ചിട്ട് മറിക്കുന്നത്, ഖുർആൻ ജീവനുള്ളതാണ്. ആ വാക്കുകൾ ജീവനുള്ളതാണ്. അത് കേവലം പേപ്പറിൽ എഴുതി വെച്ച വാക്കുകളല്ല. വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ മാത്രമുള്ളതല്ല. ഞാൻ പറയുന്നത് ഉലമാക്കളുടെ വാക്കാണ്. ഇന്ന് മദീനയിലൊക്കെ ജീവിച്ചിരിപ്പുള്ള, മദീനയിൽ വ്യത്യസ്തമായ ഉലമാക്കളുണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളുണ്ട്. ഞാൻ അവരുടെ കാര്യം പറയുന്നത്. അങ്ങനെയുള്ള ഉലമാക്കൾ, ആ ഉലമാക്കൾ പറയുന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറയാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഓതി തീർക്കാനുള്ളതല്ല, അത് മുഴുവൻ ജീവിച്ചു തീർക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ ബീവി റളിയല്ലാഹു തആലയോട് ചോദിച്ചു, എന്തായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? ആ സമയത്ത് പറഞ്ഞത് ഖുർആനായിരുന്നു സ്വഭാവം. അപ്പൊ നമ്മുടെ പ്രകൃതത്തിലേക്ക് ഖുർആൻ ആവാഹിക്കലാണ്. അതിലെ ആദ്യത്തെ കാര്യം ഏതാണെന്നറിയോ? സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. ഖുർആനിലെ ആദ്യത്തെ അഥവാ ഏറ്റവും കൂടുതലായി പറഞ്ഞത് തൗഹീദിനെ കുറിച്ചാണ്. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ കംപ്ലീറ്റ് സമർപ്പണത്തെ കുറിച്ചാണ്. തൗഹീദ് എന്നുള്ള വാക്ക് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഒന്നും കൂടി പറയുന്നു, ഞാൻ ഉലമാക്കളുടെ വാക്ക് പറയാണ്, എന്റെ വകയായിട്ട് പറയല്ല. തൗഹീദ് എന്ന് പറയുന്ന വാക്ക് ഒരു ടെക്നിക്കൽ ടേമാണ്. ആ വാക്ക് തൗഹീദ് എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. തൗഹീദ് എന്ന കൃത്യമായ വാക്ക്, അഹദ് എന്നൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? തൗഹീദ് എന്ന വാക്ക്, പക്ഷെ തൗഹീദേ നമ്മൾ പറയാവൂ. അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോ ഒരു വകുപ്പിനോ വിട്ടുകൊടുക്കേണ്ട സാധനമല്ല. അള്ളാഹുവിലേക്ക് സമ്പൂർണമായിട്ട് നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. ഖുർആന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. നമ്മൾ ഖുർആനെ ആ ഒരു രീതിയിൽ സമീപിക്കണം. ഖുർആൻ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുക. അത്ഭുതം കാണിക്കുക എന്നാണ് ഞാൻ കറാമത്തുകളെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടണം. നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു തരുന്നു എന്ന് ബോധ്യപ്പെടണം. നമ്മളൊരു എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗമുള്ള സ്ഥലത്ത് ആശുപത്രി നമ്മൾ പോയിക്കോ, മരുന്ന് കഴിച്ചൊക്കെ ചെയ്തോ, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒരു പെയിന് വന്നാൽ ആ പെയിനിൽ പിടിച്ചിട്ട് ഇങ്ങനെ അല്ലാഹ് എന്ന് വിളിക്കുമ്പോഴേക്ക് അല്ലാഹ് എന്ന് പറയുന്ന ദാത്തിയായ ഇസ്മിൽ നിന്ന്, ഇത് കുറച്ചേക്ക് ദാത്തിയായ ഇസ്മിൽ നിന്ന് ഫിഅല് എന്ന് പറയുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പേ അവന്റെ സിഫാത്ത് പുറപ്പെടും. ഇത് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കില്ല, എന്നാലും മനസ്സിലാക്കിയേ പറ്റും. നമുക്കൊക്കെ മരിച്ചോണ്ടേ, ഇത് ഉലമാക്കൾക്ക് മാത്രം മനസ്സിലായ പോരല്ലോ അല്ലേ? അങ്ങനെ തന്നെയല്ലേ ആലിമിങ്ങൾ അല്ലേ? സിദ്ദീഖുൽ അക്ബർ വഫീ സാബ്. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവണ്ട, അതിനും വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണക്കാരനായിട്ട് പറയുന്നത്. ആലിമിങ്ങൾ പറയുമ്പോൾ നമുക്ക് വല്ലാണ്ട് തിരിയില്ല. ഇത് വളരെ ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിന് ദാത്ത്, സിഫാത്ത്, അഫ്ആൽ, ആസാർ 4 ഭാഗങ്ങളുണ്ട്. ആ 4 ഭാഗങ്ങളുടെ ആദ്യത്തേത് ദാത്ത് എന്നത്. ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തിരുസത്തയാണ്. ശരീരം എന്നർത്ഥം വെക്കരുത്, തിരുസത്ത. ദ അബ്സലൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയാ. ദ അബ്സലൂട്ട്. അബ്സലൂട്ടിൽ നിന്നാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ പുറപ്പെടുന്നത്. ഈ സിഫാത്താണ് റഹ്മാൻ, റഹീം, ഷാഫി എന്നൊക്കെ പറയുന്ന അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്. നമ്മുടെ ശരീരത്തിൽ തൊട്ടിട്ട് ഏതൊരു സിഫത്തിനെ നമ്മൾ വിളിച്ചുവോ, അള്ളാഹ് എന്നുള്ള ദാത്തിൽ നമുക്ക് യഖീനുണ്ടെങ്കിൽ, ഈമാന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് യഖീൻ. ആ യഖീനോട് കൂടി നമ്മൾ അല്ലാഹ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് എന്ന ദാത്തിൽ നിന്ന് ഷാഫി എന്ന സിഫത്ത് പുറപ്പെട്ട് ആ ഷാഫി എന്ന് പറയുന്ന സിഫത്ത് ഇവിടെ വന്ന് പ്രവർത്തിച്ച്, അതിനാണ് അഫ്ആൽ എന്ന് പറയാ. അഫ്ആൽ ചെയ്ത് ആസാർ വരുന്നത് നമുക്ക് കാണും. ആസാർ എന്ന് പറഞ്ഞ റിഫ്ലക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കൊരു ഒരു വേദന ഉണ്ടെന്ന് വെക്കുക, മരുന്ന് കഴിക്കണം, ഡോക്ടറെ അടുത്ത് പോകണം, അന്ധവിശ്വാസങ്ങൾ പാടില്ല. പക്ഷേ ഇവിടെ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് തൗഹീദോട് കൂടി വിളിച്ചു കഴിഞ്ഞാൽ, തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രം, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതിയായ അല്ലാഹുവിൽ യഖീൻ ഉണ്ടെങ്കിൽ മാത്രം അല്ലാഹ് എന്ന സിഫാത്തിൽ, അല്ലാഹ് എന്ന ദാത്തിൽ നിന്നും ഷാഫി എന്ന സിഫത്ത് സെക്കൻഡുകൾക്കുള്ളിൽ വരും. ഇവിടെ വന്ന് ഫിഅലാകും. ആ ഫിഅൽ നടത്തിയിട്ട് തിരിച്ചു പോകും. അപ്പോഴേക്ക് റിഫ്ലക്ഷൻ വരും.
വരും, ആസാറ് വരും. ഷാഫി ആരാണെന്ന്, ഷാഫി എന്നതിന്റെ തൗഹീദിനെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമുക്ക് കടമുണ്ടെന്ന് വിചാരിക്ക്, ഭയങ്കര ഭാരിച്ച കടമാണ്. നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ എന്നുള്ള ദുആ യഖീനോടെ ഉറപ്പോട് കൂടി ചൊല്ലിയാൽ ഭീമാകാരമായ കടങ്ങളായാലും അത് വീട്ടിത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിൽ നമ്മൾ അത് കാണും. നാളെ അല്ലാഹുവിനെ ആഖിറത്തിൽ വെച്ച് മാത്രം കണ്ടുമുട്ടാനുള്ളതല്ല, ഈ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടാൻ കൂടിയുള്ളതാണ്. ये दुनिया और आखिरत की कामयाबी अल्लाह सुब्हानहु व तआला दिन में रखी है, सिर्फ ये दिन में रखी है. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അല്ലാഹുവിന്റെ അരങ്ങളിലാണ്. ജഅല അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാഹ് വൽ ഫലാഹ് ലികുല്ലിഹിം ഫിദ്ദീൻ. ദുനിയാവിലെ വിജയവും ആഖിറത്തിലെ വിജയവും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് പരിപൂർണമായ ദീനിൽ മാത്രമാണ്. Almighty Allah subhanahu wa ta'ala puts all the success in this world, Allah so hereafter, only in the perfect deen. എല്ലാ ഉലമാക്കളും ലോകത്തിൽ നിങ്ങൾ നടന്നു നോക്ക്, ഉറുദു സംസാരിക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. പേർഷ്യനും ഉറുദും സംസാരിക്കുന്ന ആ രാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് ദുനിയ और आखिरत की कामयाबी Allah subhanahu wa ta'ala दीन में रखी है എന്ന. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. അറബി സംസാരിക്കുന്ന എത്രയോ രാജ്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവിടെ പോയാൽ അവിടുത്തെ ഉലമാക്കളുടെ സംസാരത്തിൽ ഹംദും സലാത്തും കഴിഞ്ഞാൽ ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൻ-നജാഹ് വൽ ഫലാഹ്. നജാഹ് വേറെയാണ്, ഫലാഹ് വേറെയാണ്, അതേപോലെ തന്നെ മറ്റുള്ളത് വേറെയാണ്. ഈ ഒരു രീതിയിൽ അല്ലാഹു സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ ആ രീതിയിലായിരിക്കും സംസാരം ഉണ്ടാവുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഖുർആനെ ഒന്ന് അണഞ്ഞു പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള മാസമാണ് വരുന്നത്. സമയം വൈകിപ്പോയത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നമുക്ക് പിരിയാം. വെറും കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഇരിക്കുന്ന എല്ലാവരും ആദ്യം നീങ്ങേണ്ടത് ഏകനായ അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഹീദിനെ നമ്മൾ മുറുകെ പിടിക്കണം. തൗഹീദിനെ എങ്ങനെ മുറുകെ പിടിക്കാന്നറിയോ? അല്ലാഹ് എന്നതിലേക്ക് തിരിഞ്ഞ് അല്ലാഹു നമ്മളിൽ പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ കുറിച്ച് പറയാന്ന് വിചാരിക്കരുത്, ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം പറയാണ്. അന്ന് അതിന് സാക്ഷിയായിട്ടുള്ള ആള് വീരാൻകുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിക്കുന്നുണ്ടെന്നും പറയരുത്. കാരണം എന്റെ മകന് 1.5 വയസ്സുള്ള സമയം മെഹബൂബിന്, നാഫി മെഹബൂബ് മുർത്തസ എന്നാണ് ഞാൻ അവന് പേരിട്ടിട്ടുള്ളത്. അവൻ കിണറ്റിലേക്ക് പോയി, എന്റെ തറവാട്ടിലെ കിണറ്റിലേക്ക്. ഇങ്ങനെ കൊള്ളി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പട്ടികയുടെ. അത് അവിടെ ഇരുന്ന് അങ്ങനെ പൂതിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ നുരുമ്പിപ്പോയതാണ്. കുട്ടി അതിൽ തൊട്ട് തറവാട്ടിങ്ങ പോയപ്പോ നേരെ അതിലേക്ക് അങ്ങോട്ട് വീണു. 1.5 വയസ്സായ കുട്ടി അവന്റെ ലെൻസിലേക്ക് വെള്ളം കയറാൻ, അല്ലെങ്കിൽ അവന്റെ ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറാൻ എത്ര സമയം വേണം? 1-2 സെക്കൻഡ് മതി. പക്ഷെ വീണു. അത് കണ്ടപ്പോഴേക്കും ഭാര്യ ഒരു ഭാഗത്ത് വേറെ വീണു. എന്റെ ഉമ്മ അന്ന് കാലുകിടന്നിരിക്ക, ആ കാലും കൊണ്ട് പോയിട്ട് ഉമ്മയും അവിടെ വീണു. അയൽവാസികൾ എല്ലാരും കൂടി ശബ്ദം കേട്ടിട്ട് ഓടി വന്ന സമയത്ത് കാണുന്നത് ഇതാണ്. കുട്ടി വെള്ളത്തിലാണ്. 1.5 വയസ്സായ കുട്ടി മുങ്ങി മരിച്ചു പോകാൻ എത്ര സമയം വേണം? പക്ഷെ ആ കുട്ടി പൊങ്ങിക്കിടക്കുകയാണ്. ഇതൊരു അത്ഭുതമല്ല ഞാൻ പറയുന്നത്, ഉണ്ടാക്കി പറയുന്ന കഥകളല്ല. എന്റെ അടുക്കലേക്ക് ഞാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹർഷദ് എന്ന് പറയുന്ന ഒരു കുട്ടി വന്നു. അവൻ IIT-യിൽ പഠിച്ചതാണ്. അവന് എത്തീസ്റ്റായി, എന്നിട്ട് ഡിങ്കോയിസ്റ്റായി, അഥവാ ഡിങ്കനെ ആരാധിക്കുന്ന ആളുകളിൽ പെട്ടു. നമ്മൾ ഈ പരിസരത്തൊക്കെ തന്നെ അവന്റെ വീട്. അവന്റെ ഉപ്പ എന്റെ അടുക്കൽ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ IIT-യുടെ ലോജിക്ക് വെച്ചിട്ട് അള്ളാഹിനെ പറ്റിയിട്ടും വിശ്വാസത്തിനെ പറ്റിയിട്ടും വളരെ നെഗറ്റീവായിട്ട് 1.5 മണിക്കൂർ എന്റെ മുമ്പിൽ ഛർദ്ദിച്ചു. എന്റെ സ്ഥാപനം ഗൈഡ് കോളേജിൽ ഇരുന്ന് സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കേട്ടു. കുറെ കേട്ട് 1.5 മണിക്കൂറായപ്പോ അവൻ അള്ളാഹിനെ പറ്റി ഒരുപാട് പറഞ്ഞു, വിശ്വാസത്തിനെ പറ്റി പറഞ്ഞു. സത്യത്തിൽ ഒരു വിശ്വാസി കേട്ടാൽ ആകപ്പാടെ ഇങ്ങനെ പതച്ചു പൊങ്ങും. എനിക്കും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു കൗൺസിലർ എന്ന നിലക്ക് ഇരുന്ന് കേൾക്കണല്ലോ. കേട്ടിട്ട് അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളെന്താ എന്നോടൊന്നും പറയാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനെന്ത് പറയാനാ മോനെ, നീ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഒരുപാട് ആളെടുത്ത് എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, പക്ഷേ അവരാരും ഇത്ര ക്ഷമിച്ചിരുന്നത് കണ്ടിട്ടില്ല. നിങ്ങളെന്താ ഇത്രയും നേരെ ഇരിക്കുന്നത്? അവൻ എന്നോട് തന്നെ ഒരു സഹതാപം തോന്നിയത് ഇങ്ങനെ കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നീ പറഞ്ഞതൊക്കെ ശരിയാകാം, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ദീൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്.
അതൊരു തിയറി ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമല്ല, നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആയിട്ട് വരേണ്ട ഒരു സാധനമാണ്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഈ കഥയാണ് ഞാൻ അവനോട് പറഞ്ഞത്. എൻ്റെ മകൻ 1.5 വയസ്സിൽ കിണറ്റിലേക്ക് വീണു. ഇത് ഞാൻ കളവാണ് പറയുന്നത് എങ്കിൽ നീ എൻ്റെ മേൽപ്പത്തൂർ എന്ന് പറയുന്ന ദേശത്ത് പോകുക, എൻ്റെ തറവാട്ട് വീട്ടിൽ. അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം 10-30 വീടുകളുണ്ട്. വലിയ ഒരു കോളനി പോലുള്ള സ്ഥലമാണ്. അവിടുത്തെ ഏത് വീട്ടിൽ പോയിട്ട് ഒരു വീട്ടുകാരെങ്കിലും ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ അതില്ലെന്ന് വെക്കാം. ഞാൻ സ്വന്തമായിട്ട് പറയല്ല, ഈ ഇത്രയും ആൾക്കാർ ഓടി വന്ന് കണ്ടതാണ് ഈ രംഗം. അവിടെ വീണു, കുറെ നേരം അവിടെ കിടന്നു. അതിലിടക്ക് കൗസുത്ത എന്ന് പറയുന്ന ഞങ്ങളുടെ അയൽവാസി വന്നിട്ട് ഉറക്കെ ഓരിയിട്ട് പറഞ്ഞു. അവർ വലിയ ശബ്ദമുള്ള സ്ത്രീ, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മക്കളെ എന്ന്. കാരണം മരിച്ചാലാണല്ലോ പൊങ്ങിക്കിടക്കുക. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല. അന്ന് മൊബൈൽ അത്ര ഫ്ലറിഷ് ആവാത്തൊരു സമയമാണ്. അങ്ങനെ ഞാനുള്ള സ്ഥലം ഏതെന്ന് അന്വേഷിച്ചിട്ടൊരു ഫോൺ വന്നു. ഞാനും ഇവിടെ ഇരിക്കുന്ന വീരാൻകുട്ടി വന്നിട്ടുണ്ട്, ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഈ സദസ്സിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നപ്പോഴേക്ക് വീരാൻകുട്ടി എന്നോട് പറഞ്ഞത്, ഏതോ ഒരു കുട്ടി അവിടുന്ന് താഴത്തേക്ക് വീണിട്ടുണ്ട്, റോഡിന്റെ സൈഡിലേക്ക് എന്നാണ്. കിണറ്റിലേക്ക് വീണ കഥ പറഞ്ഞില്ല, കാരണം ഞാൻ ആ വണ്ടി ഓടിക്കണത്, അതാകെ പതറിപ്പോന്ന് വിചാരിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ആൾക്കാർ എത്തിയിട്ട് ഇങ്ങനെ എടുക്കുക. അവിടെ ഒന്നാമത് ആൾക്കാരെ കൂടി ഇറങ്ങാൻ അറിയുന്ന ആള് വേണം. അതിൽ കിണറ്റിലിറങ്ങാൻ അറിയുന്ന ആള് വേണ്ടേ, അല്ലാതെ വന്നവർ മുഴുവൻ ഇങ്ങനെ നോക്കിക്കാന്നല്ലാതെ. കയറ് വേണം അവിടെ, കയറില്ല ഇറങ്ങാൻ. അടുത്ത വീട്ടിൽ ആമിനത്താത്തയുടെ വീട്ടിൽ പോയിട്ട് കയറ് കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ട് ഇറങ്ങുമ്പോഴേക്ക് കുട്ടിയുടെ അവസ്ഥ എന്താവും? ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, അങ്ങനെ ഈ കുട്ടിയെ പൊക്കി, ഇവരെല്ലാരും കൂടി പൊക്കിയിട്ട് ഏകദേശം അവര് പറയുന്നത് 1/2 മണിക്കൂർ എന്നാണ്. പോട്ടെ, ഒരു 15-20 മിനിറ്റ് കൂട്ടിക്കോ. അത്രയും സമയം കുട്ടി പൊങ്ങിക്കിടന്ന് വെള്ളത്തിൽ. പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനിത് ഒറ്റയ്ക്ക് കഥ പറയല്ല, ഇപ്പോഴും നിങ്ങൾക്ക് പോകാം, എന്റെ മേൽപ്പത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തെത്താം. 10-30 വീടുകൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. അവരിത് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിഷേധിച്ചു എന്ന് വെക്കാം. എന്നിട്ട് പൊക്കി. ആ പൊക്കിയിട്ട് ഞങ്ങൾ നേരെ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. റസിയ ഡോക്ടറായിരുന്നു അന്ന്, പർദ്ദയണിഞ്ഞിട്ട് നല്ലൊരു സ്ത്രീ. ആ സ്ത്രീ ആദ്യം പരിശോധിച്ച് ഇങ്ങനെ കയ്യുമ്മലൊക്കെ വെച്ചിട്ട്, ആകെ 1.5 വയസ്സല്ലേ ഉള്ളൂ, കയ്യുമ്മലൊക്കെ വെച്ചിട്ട് വെള്ളം പുറത്തേക്ക് പോകാൻ. പക്ഷെ വെള്ളം പുറത്തേക്ക് പോകാൻ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ അവര് ചെയ്തൊരു പരിപാടി എന്താണെന്നറിയോ? ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് കുടിപ്പിച്ചു. അങ്ങോട്ട് കുടിക്കണ്ടോ നോക്കാൻ. കുട്ടി ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തു. ഡോക്ടർ, MBBS-ഉം PG-യും കഴിഞ്ഞ ഡോക്ടർ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അന്തിച്ചു നിന്നു. എന്നിട്ട് പറയാണ്, ഇതെന്ത് മിറാക്കിളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കുട്ടി ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇന്നും അവൻ ജീവിച്ചിരുന്ന അവൻക്ക് ആകെയുള്ളൊരു സങ്കടം എന്താ തന്നെ, വരുന്നവര് മുഴുവൻ ചോദിക്കും, നമ്മൾ പണ്ട് കിണറ്റിൽ വീണ കുട്ടിയല്ലേ. സഹോദരന്മാരെ, ഈ IIT-കാരൻ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈസ് ഇറ്റ് ട്രൂ, നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഞാൻ പറയുന്നു, നീ പോ, എന്റെ മൊബൈൽ നീ കയ്യിൽ വെച്ചോ, എന്നിട്ട് മേൽപ്പത്തൂരിന്റെ എന്റെ അയൽവാസികളായ ആളുകളോട് ചോദിക്ക്. ഇതില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിഷേധിക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ വലിയ വാദിക്കുന്ന ആളോ വലിയ ഈമാനിയൊന്നും അല്ല. പക്ഷെ ആ കാരണത്താൽ ആകാം ആ കുട്ടി എത്തീസത്തിൽ നിന്ന് മാറി മാഷാ അല്ലാഹ് നല്ലൊരു അവസ്ഥയിൽ നിന്ന് ജീവിക്കാം. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതൊരു വെള്ളത്തിനെയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പിളർത്തി കൊടുത്തത്, അതേ അല്ലാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഏതൊരു അഗ്നിയെയാണോ തണുത്ത് ഉറഞ്ഞ് അവന് അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നല്ല തെളിനീര പോലെ കിടന്നു കൊടുത്തത്, അതേ അല്ലാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഏതൊരു പാറക്കെട്ടിൽ നിന്നാണോ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒട്ടകത്തെ കൊണ്ടുവന്നത്, അതേ അല്ലാഹു അതേ അവസ്ഥയിൽ അതേ കഴിവോടെ അതേ രീതിയിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഏതൊരു നബിക്കാണോ ഒന്ന് തൊട്ടപ്പോഴേക്കും കുഷ്ഠരോഗം മാറുന്ന അവസ്ഥയിലേക്ക് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിച്ചത്, അതേ അല്ലാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഏതൊരു നബിക്കാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രോഗങ്ങളൊക്കെ വന്ന് അവസാനം അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥ വന്നപ്പോഴേക്കും ഒന്ന് ചെല്ലിയപ്പോഴേക്കും അതിൽ നിന്ന് മുക്തി നേടിയത്, അതേ അല്ലാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഏതൊരു അല്ലാഹുവാണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നേരെ അഗ്നിയിലേക്ക് ചാടാൻ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോഴേക്കും മാറി നിൽക്ക് ജിബ്രീൽ, നിങ്ങളും എന്റെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് മാറി നിൽക്കിനെന്ന് പറഞ്ഞ് ഏതൊരു മലക്കിനെയാണോ മാറി നിർത്തിയത് അത് അല്ലാഹ്ക്ക് എത്ര ഇഷ്ടമായി എന്നറിയോ? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമാവുക എന്ന് നാം തീയിനോട് പറഞ്ഞ സന്ദർഭം അതൊരു വല്ലാത്ത സന്ദർഭമാണ്. മലക്കിനെയാണ് ആദ്യം അയച്ചത്. നിങ്ങൾ ഖുർആൻ ഒന്ന് ഓതി നോക്ക്. മലക്കിനെ പോലും മാറ്റി നിർത്തി. കാരണം മലക്ക് പോലും സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. കുല്ലു
കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ബാക്കിയാകും, ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകാനുള്ളതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചില്ലാതെയാകും. ഈ ലാഹൂത്തും ജബ്രൂത്തും മലകൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ അലയും എല്ലാം നശിച്ചില്ലാതെയാകും. എന്നിട്ട് മഹ്ശറ വൻസഭയിൽ ആളുകളെ കൂട്ടും. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായി ആരുണ്ട്? ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതിയായ ഈ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് എന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച്. അപ്പൊ എല്ലാ മലക്കുകളും അവിടെ ഉണ്ടാകും, എല്ലാ ജിന്നുകളും അവിടെ ഉണ്ടാകും, എല്ലാ പ്രവാചകന്മാരും അവിടെ ഉണ്ടാകും, എല്ലാ മനുഷ്യരാശിയും അവിടെ ഉണ്ടാകും. ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകഛത്രാധിപതി അവന്റെ സിംഹാസനത്തിൽ ആരൂഢസ്ഥനായി ചോദിക്കുന്ന ചോദ്യമാണിത്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ദുനിയാവിൽ നമ്മൾ കണ്ടേ പറ്റൂ. അല്ലാഹുവിലേക്ക് തിരിയാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിലേക്ക് മാത്രം തിരിയാനുള്ളതാണ്. നമുക്കൊരൊറ്റ റോൾ മോഡലേ ഉള്ളൂ. അനേകായിരം റോൾ മോഡൽ നമുക്കറിയില്ല. ആ റോൾ മോഡലിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ ഏത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിച്ചുകൊണ്ട് ബാങ്ക് കൊടുത്തപ്പോഴേക്കും റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് കരഞ്ഞ് കരഞ്ഞ് ഇരുന്നുവോ, ആ സ്നേഹത്തിന്റെ പേരെന്താണോ അതിന്റെ പേരാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല. ആ സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ഉഹുദിന്റെ രണാങ്കണത്തിൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഐനർ റസൂൽ ഐനർ റസൂൽ, എന്റെ പ്രവാചകൻ എവിടെയെന്ന് ചോദിച്ചൊരു സഹാബിയുണ്ട്, അബൂ ദുജാന റളിയല്ലാഹു തആല. അവിടെ എത്തിയപ്പോ ഇതാ ഇങ്ങനെ രണ്ടാളുകൾ കുന്തവും കൊണ്ട് നിൽക്കുന്നു, ഒരാൾ അമ്പെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ആ സമയത്ത് ഓടിച്ചെന്ന് തന്റെ നെഞ്ചോട് ചേർത്ത് അമ്പെയ്യുന്നവരെ എയ്തുകൊള്ളുക എന്ന് പറഞ്ഞൊരു മനോരഥമുണ്ടല്ലോ. ആ അബൂ ദുജാന റളിയല്ലാഹു തആല അമ്പെയ്യുന്നവരെ എയ്തുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല. അമ്പുകൾ വന്ന് ആവനാടിയിൽ അമ്പുകൾ മുഴുവൻ വന്ന് തറച്ചുകൊണ്ടേയിരുന്നു. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോഴും റസൂലുള്ളാഹിയുടെ ചെവിയിൽ മന്ത്രിച്ചത്, ഇല്ല റസൂലേ, നിങ്ങളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഇവിടെ മരിച്ചില്ലാതെയായാലും, ഞാൻ ഇവിടെ തളർന്നു വീണാലും നിങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞൊരു സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹമായിരിക്കണം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാകേണ്ടത്. ഒരിക്കലും ആരാധനയാവരുത്, അത് ആദരവേ ആകാൻ പാടുള്ളൂ. ആരാധന അല്ലാഹുവോടാണ്, ഏകഛത്രാധിപതിയായ അല്ലാഹുവിനോട്. ആ അല്ലാഹുവിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഡിഗ്നിറ്റി, ഏറ്റവും വലിയ പൊസിഷൻ ഏതാണെന്നറിയോ? ഈ ഉലമാക്കൾ ചെയ്യുന്ന പണിക്കാണ്, ദഅവത്തിനാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചത്. ദഅവത്ത്, ഇബാദത്ത്, തഅലീം, ഖിദ്മത്ത്. ഇതല്ലാത്തതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. മൗലാന അബുൽ ഹസൻ അലി നദവി സാബ് ഈ 4 കാര്യത്തെക്കുറിച്ച് ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് ഇബാദത്ത് അഥവാ ഒന്ന് ദഅവത്ത്, പ്രബോധനം ചെയ്യുക എന്നതാണ്. മറ്റൊന്ന് ഇബാദത്ത്, കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. മറ്റൊന്ന് തഅലീം, തഅല്ലും, പഠിപ്പിക്കുക എന്നതാണ്. മറ്റൊന്ന് ഖിദ്മത്ത് ചെയ്യുക എന്നാണ്. ഇതിൽ കുറെ രാഷ്ട്രീയക്കാരുണ്ടാകും, അവർ ഖിദ്മത്തിന്റെ പാതയിലാണ്, പക്ഷെ അവർക്ക് ഇബാദത്തിന്റെ മേഖല നിർബന്ധമാണ്, അവർക്ക് ദഅവത്തിന്റെ മേഖലയും അതേപോലെ തന്നെ അവർക്ക് തഅലീമിന്റെ മേഖലയും നിർബന്ധമാണ്. അതല്ലാതെ വെറുതെ ഞാൻ സേവനം ചെയ്തിട്ട് സ്വർഗ്ഗത്തിൽ പോകാന്ന് വിചാരിക്കരുത്. ഈമാൻ അവിടെ കമ്പൽസറിയാണ്. ഇതേപോലെ ഏത് ചെയ്യുന്നവരും എല്ലാം ചെയ്യണം. ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോ പ്രഭാഷകരാണ് അല്ലെങ്കിൽ ഉലമാക്കളാണ്, നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ ചില മടിയൊക്കെ ഉണ്ടാകും. ആ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ ഭാഗവും ഒരുമിച്ച് ചെയ്യുന്നതിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ നമുക്ക് ബോധ്യപ്പെടണം, ഈ ദുനിയാവിൽ തന്നെ ബോധ്യപ്പെടണം. എങ്ങനെയൊക്കെ ബോധ്യപ്പെടാന്നറിയോ? ഞാൻ നേരത്തെ ഷാഫിന്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട്. ഷിഫ എന്ന് പറയുന്നത് ഭീമാകാരമായ കടത്തിനെ അല്ലാഹു വഴികൾ കാണിച്ച് തന്നിങ്ങനെ ഒലിപ്പിച്ച് കളയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് ശുക്രിന്റെ ബാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഭാഗങ്ങളാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മക്കളുണ്ടാവും, 3-4 മക്കള്. എത്രയോ തവണ സ്കൂളിലേക്ക് പോകുമ്പോ മദ്രസയിലേക്ക് പോകുമ്പോ അവരെ മുട്ടാൻ വേണ്ടി വണ്ടി വന്നിട്ടുണ്ടാവും. അറിയാതെ അവര് മരണത്തിന്റെ മുഖാമുഖം കണ്ടിട്ടുണ്ടാവും. അതൊന്നുമില്ലാതെ നമ്മുടെ മക്കളെ കാത്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? കൊറോണ വരാതെ എന്നെ കാത്ത അല്ലാഹുവേ നമുക്കാണ് സർവസ്തുതി എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് രോഗങ്ങൾ തരാതെ കാത്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു ലോകത്തിലേക്ക് തിരിച്ചു പോകലാണ് വിശുദ്ധ ഖുർആൻ. അത് നന്നായിട്ട് നമ്മൾ ഹിഫ്ള് ചെയ്യാൻ പഠിക്കണം. നീ മൊത്തത്തിൽ ഹിഫ്ള് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും സൂറത്ത് യാസീൻ പോലെ, സൂറത്തുൽ മുൽക്ക് പോലെ, അതേപോലെ തന്നെ സൂറത്തുർ റഹ്മാൻ
പോലെയുള്ള സെലക്റ്റീവ് എന്ന സൂറത്ത് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ല കേട്ടോ. അത് ആളുകൾ ഉണ്ടാക്കിയത് സെലക്റ്റീവ് സൂറത്ത് എന്ന്. എല്ലാം നമുക്ക് സെലക്റ്റീവും എലക്റ്റീവുമാണ്. അതുകൊണ്ട് സൂറത്തുകൾ നമുക്ക് പഠിക്കാൻ പറ്റണം. അതേപോലെ ചെറിയ സൂറത്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റണം. മറ്റൊന്ന് അതിന്റെ അർത്ഥതലങ്ങളിലൂടെ പോകാൻ പറ്റണം. ഒരു ആലിമിനെ വെച്ച് അതിന്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ പോകണം. എന്നിട്ട് ലോകങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. അള്ളാഹുവിനെ നമ്മൾ ഇൻഡെപ്തിൽ മനസ്സിലാക്കണം. ഞാൻ വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. സയൻസിന്റെ അധ്യാപകൻ വന്നിട്ട് പറയാണ്, ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹനെ ഉണ്ടാക്കിയത് ആരാണ്? ഇപ്പോഴും ഓരോരുത്തരും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ചില ചോദ്യങ്ങൾ ഈ ലോകത്തിൽ ഇല്ലാത്ത ചോദ്യങ്ങളാണ്. അങ്ങനത്തെ ചോദ്യം ചോദിക്കാനേ പറ്റൂല. അങ്ങനത്തെ ചോദ്യം ഒന്ന് ഞാൻ പറഞ്ഞിട്ടെ, ഒരു നിസ്സാര ചോദ്യം. രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയുടെ ഭർത്താവാണെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഭർത്താവ് ആരാ? നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. എന്ത് രാജീവ് ഗാന്ധി പറയും സോണിയാഗാന്ധിയുടെ ഭർത്താവ് ആണല്ലോ. അങ്ങനെയെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഭർത്താവ് ആരാ? അങ്ങനെ ഒരു ചോദ്യം ലോകത്തിലുണ്ട്. ഉണ്ടാ? നിങ്ങൾ പറ. ഒരു ഭർത്താവിന് ഭർത്താവാകാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലായ? ഒരു ഭർത്താവിന് ഭർത്താവ് ഉണ്ടാകാൻ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? ഞാൻ ചോദ്യം നമുക്ക് വിടാം. സഹോദരന്മാരെ, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിലാണ്. അത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ സിംഹാസനം അതിവിശാലമായത്. എത്ര? ആകാശഭൂമികളെക്കാൾ വിശാൽ. അതാണ് നമ്മൾ ഈ ആയത്തുൽ കുർസിയിൽ ഓതുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവന്റെ സിംഹാസനത്തിൽ ഒരു ചെറിയ ബോൾ പോലെയാണ്. അവന് എല്ലാം കാണാം, എല്ലാം അറിയും. അത് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവല്ല. ഫോർ എക്സാമ്പിൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഒരു ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഖത്തറിൽ പോയവർക്കറിയാം, ഖത്തറിന്ന് ജസ്റ്റ് ആണ്ട് പൊങ്ങുമ്പോ ബഹ്റൈൻ കാണാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ റോഡ് മാർഗം പോണ ആൾക്ക് ബഹ്റൈൻ കാണണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ കഴിയണം. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ ഞാൻ പറഞ്ഞു? ഇവിടുന്ന് ഒരു ഒച്ച് പുറപ്പെട്ട് ആ ഒച്ച് അവിടെ എത്തി 20 മണിക്കൂർ കഴിഞ്ഞു നടുക്കെത്താൻ. ഇനി 20 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലെത്തും. ഇങ്ങനെ നേരെ പോവാന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു? 20 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എത്തി. അപ്പൊ അതിന്റെ ആദ്യത്തെ 20 മണിക്കൂറിനെ പാസ്റ്റ് എന്ന് വിളിക്കും. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതകാലം. ഇനി ആ ഭൂതകാലം കാണാൻ ഒച്ചിന് പറ്റുമോ? ഇല്ല, അത് പോവാണ്. ജസ്റ്റ് ഒരു സ്കെയിലായിട്ട് മനസ്സിലാക്കി. അത് നടുക്കെത്തി. ഇനി അത് 20 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തും. അവിടെ എത്തും. ആ എത്തുന്ന സ്ഥലമുണ്ടല്ലോ, അത് അതിന് കാണണമെങ്കിൽ 20 മണിക്കൂർ കഴിയണം. അത് അതിന്റെ ഫ്യൂച്ചറാണ്, ഇത് അതിന്റെ പ്രസന്റ് ആണ്. കസേരയിൽ ഇരുന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എവറിത്തിങ് ഈസ് പ്രസന്റ്. അതിന്റെ 20 മണിക്കൂർ മുമ്പുള്ളതും ഇപ്പൊ നമുക്ക് കാണാം, അതിന്റെ ഇപ്പോഴുള്ളതും ഇപ്പൊ നമുക്ക് കാണാം. അത് 20 മണിക്കൂർ കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലവും ഇപ്പൊ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഈ സമയവും സ്കെയിലും ഒക്കെ ആപേക്ഷികമാണ്. പ്രപഞ്ചത്തെ മൊത്തത്തിൽ ആർക്ക് കാണാം? നിങ്ങൾ എന്താ പറയാത്തത്? അള്ളാഹ്ക്ക്. നമുക്കാണ് അമേരിക്കയ്ക്ക് 18 മണിക്കൂർ കഴിഞ്ഞാൽ എത്തല്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ഈ കാണുന്ന ലോകത്തിലെ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കുമ്പോൾ അള്ളാഹുവിന് ഭൂതകാലമില്ല, അള്ളാഹുവിന് ഭാവി കാലവുമില്ല. അള്ളാഹ്ക്കെല്ലാം ഇന്നാണ്. എവറിത്തിങ് ഈസ് ടുഡേ. എല്ലാം ഇന്നാണ്. ഇന്നാണല്ല. ആ എല്ലാമായ അള്ളാഹുവിന് അറിയാം ഇതൊക്കെ ഇങ്ങനെയാ ചെയ്തതെന്ന്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ എന്നെ പറയും. എന്ത് പറയുന്നറിയോ? എന്ത് പറയും? സ്വത്ത് കറക്റ്റായിട്ട് വീതിച്ചു. കാരണം ആണിനും 50 സെന്റ്, പെണ്ണിനും 50 സെന്റ്. ആണിനും 10 ലക്ഷം രൂപ, പെണ്ണിനും 10 ലക്ഷം രൂപ. നിങ്ങൾക്കൊരു ന്യായമായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പൊ ഇസ്ലാമിന്റെ ഇപ്പുറത്തെ ഫിലോസഫി നിങ്ങൾ പഠിക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കും. എന്റെ മകള് ഫാബി ദുജാന മെഹജബിൻ, ഫാത്തിമ ദുജാന മെഹജബിനാണ്. അപ്പൊ ഫാത്തിമക്ക് അല്ലെങ്കിൽ ഫാബിക്ക്, ഞാൻ ഷോർട്ട് പേരാണ് ഫാബി, ഫാബിക്ക് ഞാൻ ഒരു 5 ലക്ഷം രൂപ കൊടുക്കുകയാണ്. എന്റെ മകൻ ഈ നേരത്തെ കിണറ്റിൽ വീണെന്ന് പറഞ്ഞ നാഫി മെഹബൂബ് മുർത്തസ, അവന് ഞാൻ കൊടുക്കുകയാണ് എന്ത്? ഒരു 10 ലക്ഷം റുപ്യ. എന്നിട്ട് ഞാൻ പറയാണ്, മെഹബൂബെ, നിങ്ങൾ 2 ആളും കൂടി എങ്ങോട്ട് പോണം? ഉംറക്ക് പോണം. മെഹറമുകളാണല്ലോ, ആങ്ങളെയും പെങ്ങളുമാണ്. ഉംറക്ക് പോണം. പക്ഷെ ടിക്കറ്റിന്റെ പൈസ ഈ എടുക്കണം, റൂമിന്റെ പൈസ ഈ എടുക്കണം, ഫുൾ ചെലവ് നീ എടുക്കണം. ഇപ്പൊ കണക്കൂട്ടി വെക്കുമ്പോ അവന് 8 ലക്ഷം റുപ്യ അത് വരും. ഞാൻ ഒരു ഉദാഹരണം പറയാം. റൂമിലെ താമസമല്ല, VIP ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വേണം. മോളോട് പറയാണ്, ഈ ഒരു നയ പൈസ ചെലവാക്കുക. നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? നിങ്ങൾ പറയും.
ഏതാ തെരഞ്ഞെടുക്കുക? വേം പറയും. 5 ലക്ഷം റുപ്യ, ഒരു പൈസയും ചെലവാക്കണ്ടില്ല. മറ്റവൻ 5 ലക്ഷം റുപ്യ ഒന്നും ബാക്കിയാവില്ല പോയി വരുമ്പോഴേക്ക്. ഒരു ഉദാഹരണം പറഞ്ഞു. ഇതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളെ കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞോടുകൂടി നമ്മളെ തലയിലാണ്. ഫുൾ നമ്മുടെ തലയിലാണ്. വീട് വെക്കൽ നമ്മുടെ തലയിൽ, ഫുള്ള് ചെലവുകൾ നമ്മുടെ തലയിൽ. നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒരു ചെലവ് ഉണ്ടാക്കാൻ പാടില്ല. നമ്മളവിടെ ചില തലകുത്തനൊക്കെ നടന്നിട്ടുണ്ടാകും, അത് വേറെ കാര്യം. അത് നമ്മളത് സ്പെഷ്യലാണ്, അല്ലാതെ ഇസ്ലാമിന്റെ സ്പെഷ്യൽ അല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെലവില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് ഓരോ ആളുകൾ പറയാണ്, ഇത് കണ്ടില്ലേ, പെണ്ണിന് പകുതിയെ കൊടുത്തിട്ടുള്ളൂ, ആണിന് ഇരട്ടിയാ കൊടുത്തത്. ഈ ഉത്തരവാദിത്തം പറയാത്തത് പറഞ്ഞാൽ നമുക്കും തോന്നും ശരി തന്നെയല്ലേ എന്ന്. ഉത്തരവാദിത്തം പറയണവരെ ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണ്, എന്നാ പരിപാടി നിർത്തിയേക്കാം, നിസ്കരിക്കുന്നവർക്ക് നാശാകട്ടെ എന്നുള്ളതാണോ തോന്നേണ്ടത്? അതിന്റെ അപ്പുറത്തായത്തും കൂടി ഓതണം. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ അശ്രദ്ധമായി. അപ്പൊ ഇത് പകുതി പറഞ്ഞുകൊണ്ട് നിർത്തല്ലേ? ചില ആളുകൾ പറയും പെണ്ണിന് 4 സാക്ഷി വേണത്രേ, ആണിന് 2 സാക്ഷി മതി. ഇത് ഇനീക്വാലിറ്റി അല്ലേ? ഇത് സത്യത്തിൽ ഈക്വാലിറ്റി അല്ലല്ലോ, തുല്യതയല്ലല്ലോ. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി. അവിടെ എന്താ പറയുന്നത്? കടം വാങ്ങിക്കുന്ന സമയത്ത് 4 പെണ്ണുങ്ങൾ. ഈ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സാക്ഷിത്വം നിൽക്കുക എന്നാണ്. ചിലപ്പോൾ നമ്മളെ പൈസ പോകും. എനിക്കറിയാം, എൻ്റെ ഉപ്പാപ്പ അങ്ങനെയൊക്കെ കുറെ കാട്ടിക്കൂട്ടിയിരുന്നത്. ഉപ്പാപ്പാണ് പറയുന്നത്, മഹലിലെ പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ട് ഓൻ തന്നില്ലെങ്കിൽ ഞാനാണ്ട് തരാന്നറിയാം. ഈ അടുത്തിടെ ഞങ്ങളുടെ നാട്ടിൽ മരിച്ചുപോയി പാവം നമ്മളൊരു കുമ്മാളുണ്ടായിരുന്നൊരു, പിന്നെ മമ്മൂട്ടിയാക്കാന്ന് പറഞ്ഞ ആള്. മൂപ്പര് എത്ര തവണ പറയണ്ട, ഓൻ തന്നില്ലെങ്കിൽ ഞാനാണ്ട് തരാന്നറിയാം. കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഈ സാക്ഷിത്വം. ഒരു ഉദാഹരണം പറയാണ്. ആ സമയം വന്നപ്പോ നിങ്ങളെ ഫ്രീ ആക്കി. നിങ്ങൾ 4 പെണ്ണുങ്ങൾ, ആണുങ്ങളെ തലയിലാണ്ട് ഇട്ടുകൊടുത്ത് നിങ്ങൾ 2 ആള് മതിയെന്ന്. നേരെ റിവേഴ്സിൽ നിങ്ങൾ ചിന്തിക്കും. ഇതിന്റെ മറുവശം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഖുർആൻ അതാണ്. ഖുർആൻ ലോജിക്കലി നിങ്ങളൊന്ന് അതിനൊന്ന് അപ്രോച്ച് ചെയ്യും. രണ്ടാമത്, നിങ്ങളെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അള്ളാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ നോക്കി. ഒരു പെണ്ണിനെ പറ്റി ഒരാണ് എന്തെങ്കിലും ഒരു കുഴപ്പം പറയാം, ഓള് മോശക്കാരിയാണെന്ന് പറയണം. ഒരാണ് വന്നാൽ സമ്മതിക്കൂല, 2 ആണ് വന്നാൽ സമ്മതിക്കൂല, 3 ആളൊന്നിച്ച് വന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല തമ്പുരാൻ. 4 ആള് വന്ന് പറയണമെന്ന് മാത്രമല്ല, അത് ശരിയായ രീതിയിൽ കണ്ടതുപോലെ സാക്ഷ്യത്വം പറഞ്ഞാലേ അത് സ്വീകരിക്കുള്ളൂ. അവിടെ 1 woman is equal to 4 men എന്നതാണ് ഒരു പെണ്ണിന് 4 ആണിന്റെ പവറാണ്. നിങ്ങൾക്ക് സംരക്ഷണം പറയുമ്പോൾ അല്ലാഹു 4 ആണിന്റെ പവർ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് ഡാമേജ് വരുമെന്ന് കണ്ടപ്പോ, പ്രയാസം വരുമെന്ന് കണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആളുകളെ കൂട്ടി തന്നു. നിങ്ങൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കൊരു പ്രയാസം, സാമ്പത്തിക പ്രയാസം വരുമോ, നിങ്ങൾ 4 ആളുണ്ടായിക്കൊള്ളട്ടെ. ഇതിനൊക്കെ ഒരു ലോജിക് ഉണ്ട്. ഇതിലെല്ലാറ്റിലും ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാഫി, സാദിഖ് വാഫി, എനിക്കറിയാം, ഖുർആന്റെ ടൈമിനെ കുറിച്ച് PhD ചെയ്ത ഒരാളാണ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഓരോ മണിക്കൂർ, ഞാൻ ഇതൊക്കെ പ്രതിഭകളെ തേടി പോകാറുണ്ട്, ഓരോ മണിക്കൂറിനും അല്ലാഹു വ്യത്യസ്ത സമയങ്ങളെ, ഫജ്ർ വേറെയാണ്, അസ്ർ വേറെയാണ്, ദുഹ വേറെയാണ്, അങ്ങനെ 24 വാക്കുകൾ സമയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറിനും 24 വാക്കുകൾ. ഇതിൽ റിസർച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികളായാൽ മതി. ആലിമാകണമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളെ മക്കളെ ഇനി ആലിമീങ്ങളാക്കിക്കോളിൻ. നമ്മൾ ആലിമായാലും നമ്മൾ പറയേണ്ടത് മുതഅല്ലിം എന്നാണ്. കാരണം നമുക്ക് അതിന്റെ ഒരു വിനയം ഉണ്ടായിക്കൊള്ളട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും. വിശുദ്ധ റമദാനാണ് ഈ വരുന്നത്. റമദാൻ മാസത്തിലാണ് ഈ പറയുന്ന ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഖുർആനെ നമ്മൾ തയ്യാറെടുപ്പോട് കൂടി നെഞ്ചിൽ ചേർക്കുമ്പോൾ റമദാന് കൂടി നമ്മൾ ചേർക്കുകയാണ്. റമദാന്റെ പ്രത്യേകത അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു എന്നതല്ല, ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്ന പ്രത്യേകതയാണ്. അതുകൊണ്ട് ഖുർആനും റമദാനും ഒന്നിച്ചു വരുമ്പോ ഈ റമദാൻ മുതൽ നമുക്ക് തീരുമാനിക്കാം, ഖുർആൻ ഒന്ന് നന്നായിട്ട് പഠിക്കണം എന്ന് തീരുമാനിക്കല്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കൈപൊക്കിയിട്ടൊന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു സദസ്സ് വെറുതെ കേട്ടുപോകുന്ന സദസ്സാകരുത്. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഒരു കാര്യങ്ങളോട് പറയാണ്, ഒറ്റയ്ക്കിരുന്ന് വെറുതെ ഒരു തർജ്ജമ വായിച്ചിട്ട് കൺഫ്യൂഷനിലേക്ക് പോകരുത്. കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് വിളിച്ചു ചോദിക്കാൻ ഒരു ആലിം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ഒരു ആലിമിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹം ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ആലിമാണ്. എന്ത് കൺഫ്യൂഷൻ വന്നാലും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നോക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാർ അത് അറ്റൻഡ് ചെയ്യും. ചോദിച്ചിട്ടല്ലാതെ നമ്മൾ അതിന് നിൽക്കാറില്ല. സഹോദരന്മാർ, ഇതേപോലെ നമുക്കൊരു ആലിം ഉണ്ടാകണം. നമുക്ക് അതിൻ്റെതായ നമ്മളെ ഉഷാറായിട്ട് ദീനിയായിട്ട് കൊണ്ടുപോകാൻ നല്ല ഗൈഡൻസ് ഉണ്ടാകണം. അതില്ലാതെ നമ്മൾ പോകരുത്. ആ ഒരു രീതിയിൽ വിശുദ്ധ ഖുർആനെ അതിമനോഹരമായി
മനോഹരമായി പഠിക്കാൻ ഇൻഷാ അല്ലാഹ് തയ്യാറാകാം. ഒന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകി ഒന്നും കൂടി കയ്യർത്തി ഇൻഷാ അല്ലാഹ് പറഞ്ഞാണ് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ മുതൽ ഖുർആനിലോട് കൂടുതൽ അടുക്കണം. രണ്ടാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബം ഒരാളും കൈപ്പൊക്കാതിരിക്കരുത് കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെയെങ്കിലും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഖുർആന് വേണ്ടിയിട്ട് ഒഴിഞ്ഞിടുന്ന ഒരാളാക്കി മാറ്റണം ഇൻഷാ അല്ലാഹ്. പറഞ്ഞാട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിനെന്താ കൈ പൊക്കാൻ ഒരു ചെറിയൊരു മടി, ഉറക്കാണ്ട് പൊക്കിക്കോളിൻ. അല്ലാഹു അതിനുള്ള ആപത്തൊക്കെ തന്നോളും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു മകനെ നമുക്ക് അല്ലെങ്കിൽ മകളെ നമുക്ക് തന്നോളും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം ക്വാളിറ്റിയാണ്. ഞാൻ അവസാനിപ്പിക്കാനാണ് ഇനി നീട്ടുന്നില്ല. ക്വാളിറ്റിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കുന്നവന് ഞാൻ സ്വർഗം കൊടുക്കുന്നല്ല പറഞ്ഞത്. അല്ലാഹു ആരോടൊപ്പം ഉണ്ടാവുന്ന പറഞ്ഞതെന്നറിയോ? അല്ലാഹു ആരോടൊപ്പം ഉണ്ടാവുന്ന പറഞ്ഞത്? ഇന്നല്ലാഹ മഅസ് സ്വാഇമീൻ, അല്ലാഹു നോമ്പുകാരോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅൽ മുസല്ലീൻ, അല്ലാഹു നിസ്കരിക്കുന്നവരോടൊപ്പമാണ്. നഊദു ബില്ലാ, അങ്ങനത്തെ ഒരു വാക്ക് വിശുദ്ധ ഖുർആനിൽ ഇല്ല. ഉലമാക്കൾ പറയുന്നു ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ. അല്ലാഹു ക്വാളിറ്റി ഉള്ളവരോടൊപ്പമാണ്. എന്തിനാണ് ഈ നോമ്പ് എന്നറിയോ? കുത്തിബ അലൈക്കുമുസ് സിയാമ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കി. ഫോർ വാട്ട്? ഫോർ വാട്ട്? ആ ചോദ്യം അതാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. പർപ്പസ് തഖ്വയാണ്. നോമ്പ് ഒരു മാർഗമാണ്. മാർഗമല്ല നമ്മൾ പൂർത്തിയാക്കേണ്ടത്, ആ മാർഗത്തിലൂടെ പർപ്പസ് ആണ് പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നോമ്പ് വെൽക്കല്ല. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാഹു മഅയ്യത്ത് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർബുണ്ട്, അല്ലാഹുവിന്റെ എന്തുണ്ട്? മഅയ്യത്തുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ ഭാഗങ്ങളാണ്. ഖുർബ് എന്ന് പറഞ്ഞാൽ ഒരു സാമീപ്യമാണ്, എന്നാൽ തഅല്ലുഖ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. തഅല്ലുഖ് ഒരു ചെറിയ ബന്ധമാണ്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമൊക്കെ ഉണ്ടാവുള്ളൂ. മൂപ്പര് പറഞ്ഞതൊക്കെ കേൾക്കണമെന്നൊന്നുമില്ല. ഖുർബ് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മൾ ഉള്ളത്. ഒരു ഉദാഹരണം പറയാണ്. അപ്പൊ മൂപ്പര് നമ്മൾ പറഞ്ഞത് കേൾക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി തന്നെ എപ്പോഴും നമ്മളൊപ്പാണ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ്, മൂന്നും മൂന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ താല്ലുക്കാണ്, താല്ലുക്ക് ചെറിയ ബന്ധമാണ്. ഖുർബ് അങ്ങേയറ്റത്തെ സാമീപ്യമാണ്. അവിടെ അടുത്ത് നമ്മളുണ്ട് എന്നർത്ഥം. പക്ഷെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പമാണ് എന്നാണ്. അത് അല്ലാഹു രണ്ട് സ്ഥലത്ത് വിശാലമായി പറഞ്ഞു. രണ്ടും ഹിജറയുടെ ത്യാഗത്തിന്റെ അവസാനമാ പറഞ്ഞത്. ഒന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അതാണ് ഒരു കാര്യം ഇവിടെ ഓതിയത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഞ്ചാരം, ബനൂ ഇസ്രായേലിനെ കൂട്ടിയിട്ടുള്ള യാത്ര. ആ യാത്രയിൽ നമ്മളെ പിടിക്കപ്പെട്ടില്ലയോ? ഇന്നാലത് മുദ്റകൂൻ, നമ്മളിപ്പോ പിടിക്കപ്പെട്ടില്ലയോ? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും അല്ലാഹു എന്നോടൊപ്പമാണ്. അതാണ് മഅയ റബ്ബി, അല്ലാഹുവിന്റെ മഅയ്യത്ത്. അല്ലാഹു എന്നോടൊപ്പാന്നാ പറഞ്ഞേ, നമ്മളോടൊപ്പം എന്ന് പറഞ്ഞില്ല. മഅയ എന്നാണ് ഓതെങ്കിലും മഅയി എന്നാണ്, എന്നോടൊപ്പം എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയി ത്യാഗത്തോടെ ഗുഹയിൽ അവിടെ താമസിച്ചു. അവിടുന്ന് പിന്നെയും പുറപ്പെട്ടു. അങ്ങനെ ആ ഗുഹയിൽ താമസിക്കുമ്പോ ശത്രുക്കൾ വന്ന് അവിടെ കാല് കാണുന്നുണ്ട്, വല്ലാതെ പ്രയാസങ്ങളാണ്. ആ സമയത്ത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു നമ്മൾ പിടിക്കപ്പെടുമോ എന്ന്. വല്ലാത്തൊരു ചോദ്യമാണ്. ആ സമയത്ത് പറഞ്ഞു ഇത് യഖൂലു ലി സാഹിബി, നിങ്ങൾ നിങ്ങളുടെ സാഹിബിനോട് പറഞ്ഞില്ലയോ? സഹാബി എന്നൊരാളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ കുറിച്ചിട്ടാണ്. സെയ്ദ് റളിയല്ലാഹു തന്നെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും സഹാബി എന്ന പേര് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ കുറിച്ചിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സാഹിബിനോട് പറഞ്ഞില്ലയോ? എന്ത് പറഞ്ഞില്ലയോ? എന്ത്? ഇല്ല, പിടിക്കപ്പെടില്ല. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്നാണ് അവിടെ പറഞ്ഞതെങ്കിൽ, മഅയ റബ്ബി സയഹ്ദീൻ എന്നതാണെങ്കിൽ ഇവിടെ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കണ്ട അബൂബക്കറേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഒന്ന് ത്യാഗത്തോടെ ഒരാളെ അവിടെ ഉണ്ടായിട്ടുള്ളത് മൂസാ നബി മാത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ കൂടാണ്ട് പുറപ്പെട്ടതാണ്. ഇവിടെ രണ്ടാളും ഒരേ ലക്ഷ്യത്തിലാണ് പുറപ്പെട്ടത്, ഒരേ പെയിനാണുള്ളത്. അതുകൊണ്ട് രണ്ടാൾക്കും ഒരേപോലെ പറഞ്ഞു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ മഅന ഉണ്ടല്ലോ, ആ മഅയ്യത്ത് സാമീപ്യം ഉണ്ടല്ലോ, അത് പിന്നെ പറഞ്ഞത് എവിടെയാണെന്നറിയോ? ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ. അല്ലാഹു ഇഹ്സാൻ ഉള്ളവരോടൊപ്പമാണ്, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, അല്ലാഹു ക്വാളിറ്റി ഉള്ളവരോടൊപ്പമാണ്. അവിടെ ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കണേ. ആരോടും വെറുപ്പില്ലാതെ, ആരോടും പകയില്ലാതെ സുന്ദരമായ ക്വാളിറ്റിയിലേക്ക്, ആ തഖ്വയിലേക്ക്, ആ ഇഹ്സാനിലേക്ക്, ആ സബ്റിലേക്ക് നമ്മൾ എല്ലാവരും എത്തണേ. അതിനു വേണ്ടിയിട്ടായിരിക്കണം നോമ്പ്. ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, അള്ളാഹു വലിയ യശസ്സ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യാൻ നമ്മൾ ആളല്ല, പക്ഷെ ആരുടെ ദുആയാണ് അള്ളാഹു കേൾക്കുക എന്ന് അറിഞ്ഞുകൂടാ. ഉലമാക്കളുണ്ട്, അവരൊക്കെയാണ് ദുആ ചെയ്യേണ്ടത്. സമയമില്ലാത്തത് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തീർക്കുന്നു എന്ന് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി നിയ്യത്ത് വെക്കണം. ഈ റമദാൻ മുതൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയണം. സീറ്റിലിരുന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഇല്ലാതാകുക എന്നുള്ളത് ഉറപ്പാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും ഈ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനക്ക് ഉണ്ടാവണം എന്നില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? ആരെങ്കിലും ഒരാൾ എന്താവും? പേടിക്ക? ആരെങ്കിലും ഒരാൾ എന്താവും? മിക്കവാറും ഉറപ്പിക്കാൻ നമുക്ക് പറ്റൂല. ചിലപ്പോ ഇതിന്ന് 10 ആള്, ചിലപ്പോ ഇതിന്ന് 20 ആള്, എന്തായാലും അടുത്ത റമദാൻ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് റമദാനാണെന്ന് ചിന്തിക്കും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഓരോ നിസ്കാരവും അവസാനത്തെ നിസ്കാരമാണെന്ന് ചിന്തിക്കണം. ഇത് ഇമാം ഗസാലി പറയുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് അതേപോലെ തന്നെ ഷാ വലിയുല്ലാഹ് മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഓരോ നിസ്കാരം ഇതെന്റെ ലാസ്റ്റ് നിസ്കാരമാണെന്ന് ചിന്തിക്കുക. ഓരോ റമദാനും എൻ്റെ അവസാനത്തെ റമദാനാണെന്ന് ചിന്തിക്കുക. ഓരോ വെള്ളിയാഴ്ചയും എൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെന്ന് ചിന്തിക്കുക. അപ്പൊ അതിന് ഭയങ്കര ഒരു ഹരം ഉണ്ടാവും. അപ്പൊ നമ്മളെ ലാസ്റ്റ് റമദാനാണെന്ന് ചിന്തിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഖുർആനിലേക്ക് അടുത്ത് തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക, തഫ്സീറിലേക്ക് നീങ്ങുക, ഉലമാക്കളുടെ കൂടെ ഇരുന്ന് നല്ലോണം ഖുർആൻ പഠിക്കുക. എന്തൊക്കെ നമ്മൾ ഡോക്ടറും എഞ്ചിനീയറും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. ഒന്നും കൂടി ഒരു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ മരിച്ചുപോയി. അതിൽപ്പെട്ട ഒന്നാണ് അഹമ്മദ് രണ്ടത്താണി. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഇതിനോടൊക്കെ സഹകരിച്ച് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയിരുന്ന ഒരു സൂഫിയാജിയുടെ മകൻ. അദ്ദേഹം ഒരു റമദാനിലെ ഇതേപോലെ 23 രാവ് 27 രാവ് ഏതിലായിരുന്നു? 23-ാം രാവിലെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ പച്ചാട്ട് റഷീദ് സാഹിബിന്റെ ഭാര്യ ബുഷ്റാത്ത എന്ന് പറയും, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി VK നാസർ, നിയാസ് തിരൂര്, ബഷീർ വളാഞ്ചേരി, നമ്മൾ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു ബഷീർ വളാഞ്ചേരി, നസീർ മൗലവിയുടെ പിതാവ്, അഥവാ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വെട്ടം നസീർ മൗലവിയുടെ പിതാവ്, നല്ലൊരു തങ്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതേമാതിരി തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യാമാതാവിന്റെ രോഗശമനത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദുആ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുഖ്തസറായിട്ട് ദുആ ചെയ്യാം. ഈ നിയ്യത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് പോകണം. അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം, നന്നായിട്ട് ശുക്ർ ചെയ്യണം. ശുക്ർ ചെയ്താൽ, എൻ്റെ വാക്കല്ല കേട്ടോ, ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, ശുക്ർ ചെയ്ത് ശീലിച്ചാൽ പിന്നെ അധികം ദുആ ചെയ്യേണ്ടി വരൂല. ദുആ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ശുക്ർ ചെയ്താൽ അല്ലാഹു തന്നുകൊണ്ടേയിരിക്കും. ലഇൻ ശക്കർതും ലഅസീദന്നകും. ശുക്ർ ചെയ്താൽ അല്ലാഹു അതിനെങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദുആയേക്കാൾ നമ്മൾ ചെയ്യേണ്ടത് ശുക്റാണ്. ദുആ അല്ലാഹുവോട് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ദുആ ചെയ്യുന്നവന് ഒരു ഉത്തരമാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ഉദ്ഊനി അസ്തജിബ് ലക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്നാണ്. ശുക്ർ ചെയ്യുന്നവർക്ക് 2 എഫക്റ്റാ പറഞ്ഞിട്ടില്ല. ഇൻ ശക്കർതും ലഅസീദന്നകും. ഉലമാക്കളോട് ചോദിച്ചാൽ അറിയാം, 2 തഅ്കീദാണ്. ഒന്ന് ലാ, ഒന്ന് നാ. രണ്ടും നൂനും ലാമും ഉണ്ട്, രണ്ടും തഅ്കീദാണ്. അഥവാ ഇംഗ്ലീഷ് ഗ്രന്ഥം എടുത്ത് നോക്കിയാൽ ഐ വിൽ ഗിവ് യു എന്നാണ് ദുആ എടുത്ത് പറയുന്നത്. ദുആക്ക് ഞാൻ ഉത്തരം നൽകുമെന്നാണ്. വിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാവുന്ന ഉറപ്പാണ്. പക്ഷെ ഐ വിൽ ഷുവർലി ഗിവ് യു, അവിടെ വിൽ കഴിഞ്ഞിട്ട് ഷുവർലി എന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും തരിക തന്നെ ചെയ്യും നിങ്ങൾ ശുക്ർ ചെയ്താൽ എന്നാണ്. അതുകൊണ്ട് ശുക്ർ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ നിയ്യത്ത്, ഞാനിപ്പോ 2 ഇപ്പൊ വലിയ നിയ്യത്ത് വെപ്പിച്ചിട്ടുള്ളൂ. ഒന്ന്, നമ്മൾ ഖുർആൻ പഠിക്കുക, നമ്മുടെ മക്കൾ അത് വലിയ ആളാക്കി മാറ്റുക. തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് സംഘടിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സാംസ്കാരിക വേദിക്ക് അല്ലാഹു വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന അക്കാഡമിക്കലി പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ റിസർച്ച് ചെയ്ത് പോകണം. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ChatGPT-യോട് ചോദിച്ചാലും വേണ്ടിയില്ല, നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചാലും വേണ്ടിയില്ല. എത്രയ്ക്ക് എങ്ങനെയൊക്കെ ഇപ്പൊ ജർമ്മനിക്ക് പോകുന്ന കുട്ടികളുണ്ടാകും. എത്ര കുട്ടികൾക്കറിയാം ജർമ്മനിയിൽ 3000-ലേറെ പള്ളിയുണ്ട് എന്നുള്ള കാര്യം? പല ആൾക്കും അറിയില്ല. പലരും വിചാരിച്ചിട്ടുള്ള അവിടെ ഹിറ്റ്ലറിന്റെ നാടാണ്, അവിടെ ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. ഞാനൊരു കോൺഫിഡൻസിന് വേണ്ടി പറയല്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്, ഗൂഗിൾ ചെയ്ത് നോക്ക്. 3000-ലേറെ പള്ളി ജർമ്മനിയിലുണ്ട്. അതിൽ 4-5 പള്ളിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ, എല്ലായിടത്തും പള്ളികളുണ്ട്, എല്ലായിടത്തും അതിൻ്റെതായ സന്നാഹങ്ങളുണ്ട്. ഇവിടങ്ങൾ ഈ കാണണമായിരുന്നല്ല കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ബക്കിംഗ്ഹാം പാലസിന്റെ മുമ്പിൽ എല്ലാ വെള്ളിയാഴ്ചയും ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പാതിരി ഉണ്ടാകും, ഒരു ജൂ പാതിരി ഉണ്ടാകും, അതേമാതിരി ഒരു മുസ്ലിം സ്കോളർ ഉണ്ടാകും. എല്ലാ വെള്ളിയാഴ്ച ഡിബേറ്റ് നടക്കുന്നുണ്ട്. പോകുന്ന ആൾക്കാർ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഒരു വെള്ളിയാഴ്ചയുടെ ഡിബേറ്റിൽ നമ്മളും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞ പുസ്തകത്തിൽ വായിച്ചിട്ടല്ല.
അതുകൊണ്ട് നമ്മൾ അങ്ങനെ US പോകുന്ന ആൾക്കാരൊന്ന് നോക്കണം. പോയവരെ കൂട്ടത്തിലുണ്ടാകും. പള്ളിയിൽ പോയാൽ ഇമാമ കഴിഞ്ഞാൽ ആദ്യത്തെ വരിയിൽ കൂടുതലും പള്ളിയിൽ മുഴുവനും ഹാഫിലിങ്ങളായിരിക്കും. ഞാൻ US കഥയെ പറഞ്ഞത് ഹാഫിലിങ്ങളെ കൊണ്ട് നിറഞ്ഞ US നമുക്ക് കാണാൻ പറ്റും. പത്രങ്ങളിലൂടെ എല്ലാവരും കേൾക്കുന്ന US കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നമുക്ക് മഫ്ത ഇടണോ പർദ്ദ ഇടണോ എന്നൊക്കെ ഒരു സംശയമാണ്. എന്നാൽ കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ടെക്സസിലും പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പർദ്ദയിട്ട കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും അള്ളാന്റെ അനുഗ്രഹത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ ഇതേപോലെ പർദ്ദയിട്ട് നടക്കുന്ന എത്രയോ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് പർദ്ദ വേണോ വേണ്ടയോ എന്ന് ചർച്ചയാണ്. ലോക തലത്തിൽ പോയി ആഗോള തലത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്ക്, ലോകത്തെ മുഴുവൻ സ്നേഹിക്ക്, മുഴുവൻ മതസ്ഥരെയും വെറുക്കാതെ വർഗീയതയില്ലാതെ ജീവിക്കാൻ നമ്മൾ നോക്ക്. ഖുർആൻ നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞുട്ടിയാക്ക കുഞ്ഞിങ്കാക്ക, ഇതിന് രണ്ടുപേര്, ഒന്ന് റഫീഖ് സാഹിബിന്റെ അമോശൻ തന്നെയാണ്, മറ്റൊന്ന് ഞങ്ങൾക്കൊക്കെ ചായ കാച്ചി തന്നിരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞിങ്കാക്കയാണ്. ഇവരൊക്കെ ദീനിയായി നല്ലോണം നടന്നിരുന്ന ആൾക്കാരാ. വിശ്വാസമയെ പറ്റി പറയുമ്പോഴേക്ക് രണ്ടാളും ഇങ്ങനെ കരയായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ, ഞങ്ങൾ 10-25 വർഷം പഴക്കമുള്ള ബന്ധങ്ങൾ, 25 17 വയസ്സ് മുതൽ, ഇപ്പം എനിക്ക് 48 വയസ്സ് കഴിഞ്ഞു, 17 വയസ്സ് മുതലുള്ള ബന്ധം ഞാനും റഫീഖ് ഈ പറഞ്ഞ സാംസ്കാരിക വേദിയിലുള്ള ആൾക്കാരൊക്കെയും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നമ്മൾ ഓർമ്മിക്കുകയാണ്. അതേമാതിരി തന്നെ VK റഷീദ് സാഹിബിന്റെ പിതാവ് ഇബ്നു മൗലവി, ഇവരൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, നമ്മുടെയൊക്കെ പല ആൾക്കാർ. ഇപ്പൊ ഈ സംസാരിക്കുന്ന എൻ്റെ ഉമ്മ ഏകദേശം ഒരു 15 വർഷം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് വലിയ പെരുന്നാളിന്റെ ദിവസത്തിലാണ് പോയത്. അള്ളാഹു എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഉയർച്ച നൽകുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റെടുക്കുക ഈ ഖുർആനിനെ, ഈ സാംസ്കാരിക വേദി, തിരൂർ സാംസ്കാരിക വേദി നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് സജീവമായിട്ട് അതിൽ നമ്മൾ പങ്കെടുക്കുക. അതൊരു ലാസ്റ്റ് നിയ്യത്താണ്. സാംസ്കാരിക വേദി ഇത്തരം പരിപാടി എല്ലാ കൊല്ലത്തിലും, ചിലപ്പോൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം നടക്കുമ്പോഴും ഞങ്ങളെല്ലാവരും സജീവമായിട്ട് അതിൽ ഉണ്ടാകുന്നുള്ളവരും കൂടെ ഒന്ന് കൈപ്പൊക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.